ഈ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ആക്ച്വലി പറയുന്നത് സ്പേസ് ടൈം ജിയോമെട്രിയെ കുറിച്ചാണ്. സ്പേസ് ടൈം ജിയോമെട്രി. സ്പേസ് ടൈം എന്ന് പറഞ്ഞ സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയെ കുറിച്ചാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആകും. ഈ കോൺസെപ്റ്റ്സ് നമുക്ക് കുറച്ച് വിശദീകരിക്കേണ്ടതുണ്ട്, സ്പേസ് ടൈം എന്താണെന്നുള്ളത്. ഇപ്പൊ സ്പേസ് നമുക്കറിയാം, നമ്മളിപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. കോർഡിനേറ്റ് സിസ്റ്റം 2 ഡയമെൻഷണൽ സ്പേസ് ആണെങ്കിൽ എക്സ് വൈ എന്നിങ്ങനെ നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് പറയുകയാണെങ്കിൽ 2 കോർഡിനേറ്റ്സ് ആണ് അല്ലേ, എക്സ് ആൻഡ് വൈ. അതായത് ഇവിടെ നിന്ന് എത്ര ദൂരം നിങ്ങളോട് കൃത്യ ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇത്ര ദൂരം നടക്കുക, 5 സെന്റിമീറ്റേഴ്സ് നടക്കുക, എന്നിട്ട് വൈ ഡയറക്ഷനിൽ ഒരു 6 സെന്റിമീറ്റേഴ്സ് നടക്കുകയാണ് നിങ്ങൾ ആ പോയിന്റിൽ എത്തുമെന്ന് പറയും. അപ്പൊ ഈ പോയിന്റിനെ 2 കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് 5,6 എന്ന് പറയാം. ഇത് നമ്മൾ സ്പേസിനെ സാധാരണ ഈ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. സ്പേസിനെ നമുക്ക് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് സ്പേസിലുള്ള പോയിന്റ്സിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ ഈ സ്പേസ് ടൈം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് പക്ഷെ നമ്മൾ ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്പേസ് കോർഡിനേറ്റ്സ് മാത്രം പറഞ്ഞാൽ പോരെ, ടൈമും കൂടെ പറയണം അല്ലേ? അതെ. നിങ്ങൾ ഒരാളെ കോഫി, അപ്പം ഏതെങ്കിലും ഒരു ഇവന്റ് പറയണമെങ്കിൽ നമ്മള് പറയണം XYZ കോർഡിനേറ്റ്. അത് കേരളയില് ഇങ്ങനെ XYZ പറഞ്ഞാൽ ഒരു സ്ഥലം കിട്ടും, അതായത് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടും. എപ്പോഴാണ് ഇവന്റ് നടന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ടൈമും കൊടുക്കണം. അപ്പൊ നമുക്ക് എക്സാക്ട്ലി മനസ്സിലാക്കാം ഈ 1948 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി, അങ്ങനത്തെ രീതിയിലുള്ള എല്ലാ ഇവന്റ്സും നമുക്ക് ഈ 4 കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ചായ കുടിച്ചത് എപ്പോഴാണെന്നും എല്ലാം. ഓക്കെ. നിങ്ങൾ ഒരാളെ ഡിന്നറിന് ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ, എത്ര മണിക്കാണ് ഡിന്നറിന് വരേണ്ടതെന്നും കൂടെ പറയണം. അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്പേസ് ടൈമിൽ ആ പോയിന്റിൽ മീറ്റ് ചെയ്യാം. അതെ. അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണമെങ്കിൽ നമുക്ക് 4 കോർഡിനേറ്റ്സ് വേണം. ആക്ച്വലി ഇവിടെ സ്പേസിന്റെ 2 കോർഡിനേറ്റ് ആവശ്യമുണ്ട്, പക്ഷെ ആക്ച്വലി 3 കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. അതെ, ഹൈറ്റും വേണം, എത്രാമത്തെ ഫ്ലോറിലാണെന്നും പറയണം. ഒരു ബിൽഡിങ്ങിന്റെ ബിൽഡിംഗ് എവിടെയാന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, ഫൈൻ. അതെ അതെ. അപ്പൊ ഈ സ്പേസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് 4 കോർഡിനേറ്റ്സ് ഉള്ള ഒരു സിസ്റ്റം ഇമാജിൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിപ്പോ ഉദാഹരണത്തിന് റഫായിട്ട് സ്പേസ് ടൈം നമ്മൾ ഇങ്ങനെയാണ്. ഇപ്പൊ ഇത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിൻസ് സ്പേസ് ആണ്. ഓക്കെ. വെർട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷൻ നമ്മൾ ടൈം ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ പൂച്ചയുടെ ഇത് പറയുകയാണെങ്കിൽ പൂച്ചയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പേസ് ടൈമിലെ ലൊക്കേഷൻ നമുക്ക് പറയാം. 10:02 അല്ലെ 10 മണി കഴിഞ്ഞ് ഇത് 2 സെക്കൻഡ് ആണ് അല്ലേ? 2 സെക്കൻഡ് വായിക്കുക. അതെ. കുഴപ്പമില്ല, മിനിറ്റ് ആയാലും കുഴപ്പമില്ല, വളരെ മെല്ലനെ നടക്കുന്ന ഒരു പൂച്ചയെന്ന് വിചാരിച്ചാൽ മതി. അതെ അതെ. അപ്പൊ 10 മണി അല്ലെങ്കിൽ 10 മണിക്ക് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ആണ്. നമുക്ക് ഈ ഇതിന്റെ 2 കോർഡിനേറ്റ്സ് പറയണം, എക്സും വൈയും. ടിയും കൂടെ പറയുകയാണെങ്കിൽ ഇതിന്റെ സ്പേസ് ടൈമിലുള്ള ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. അതേസമയം അനങ്ങാതെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാള് അപ്പോഴും ടൈം കോർഡിനേറ്റ് അയാളുടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇതാണ് റഫായിട്ട് നമ്മൾ സ്പേസ് ടൈം എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് 4 കോർഡിനേറ്റ്സ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് സ്പേസിന്റെ 2 കോർഡിനേറ്റ്സ് മാത്രം വെർട്ടിക്കലായിട്ട് ടൈം എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഈ ഐഡിയ ക്ലിയർ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ. ഇനി നമുക്ക് രണ്ടാമത്തെ പോസ്റ്റുലേറ്റിലേക്ക്. അപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ആക്ച്വലി ഈ സ്പേസ് ടൈമിന് ഒരു ജിയോമെട്രി ഉണ്ട് എന്നുള്ളതാണ്. ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. സ്പേസ് ടൈം നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ്, ഒരു ജിയോമെട്രി ഉണ്ട് എന്നുള്ളതാണ്. ഈ ജിയോമെട്രി എന്താണെന്നാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് ഇതിന്റെ ജിയോമെട്രി എന്താണെന്നുള്ളതാണ്. വേറെ സ്ലൈഡ് എടുക്കട്ടെ. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഈ ജിയോമെട്രി എന്നുള്ള വാക്ക് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം അല്ലേ? ജിയോമെട്രി മനസ്സിലാക്കാൻ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം സ്പേസിന്റെ കാര്യം എടുക്കാം. സ്പേസ് വേണ്ടി നമുക്ക് 2 കോർഡിനേറ്റ്സ് ഉള്ള ഒരു ഇതായിട്ട് എടുക്കാം, എക്സ് വൈ 2 കോർഡിനേറ്റ്സ്. ഓക്കെ. അപ്പൊ ഈ സ്പേസിന്റെ ജിയോമെട്രി ഇതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കാം. അപ്പൊ ഈ
ഒരു ഗിവൺ സ്പേസിന്റെ ജോമെട്രി എങ്ങനെയാ സ്പെസിഫൈ ചെയ്യാന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഉണ്ട്. മാത്തമാറ്റിക്സ് നമ്മൾ ചെയ്യുന്നത് 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള എ എന്നുള്ളൊരു പോയിന്റ് അല്ലെങ്കിൽ ഒ എന്നുള്ളൊരു പോയിന്റ് എ എന്നുള്ളൊരു പോയിന്റ്, ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിന്റെ ജോമെട്രി സ്പെസിഫൈഡ് ആണെന്നുള്ളതാണ്. ഓക്കെ, ഇത് എളുപ്പമാണ്. അതായത് ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്ന കാര്യം ഈ 2 പോയിന്റ്സിന്റെയും കോർഡിനേറ്റ്സ് ഡിഫറൻസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയണം. ഇവിടെയുള്ള കോർഡിനേറ്റ്സ് എക്സും വൈയും ആണ് അല്ലെ. നമ്മളിത് 0 ആയിട്ടാണ്, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കോർഡിനേറ്റ് ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള എക്സ് കോർഡിനേറ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് എക്സ് തന്നെ എഴുതാം, അല്ലെങ്കിൽ x1 എക്സ് തന്നെ എഴുതാം, സ്മോൾ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള y ഡയറക്ഷനിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ y എന്ന് എഴുതാം. അതായത് ഇതിന്റെ ഈ 2 പോയിന്റ്സ് തമ്മിലുള്ള കോർഡിനേറ്റ് ഡിഫറൻസ്, y കോർഡിനേറ്റ് ഡിഫറൻസ് സ്മോൾ വൈയും എക്സ് കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് സ്മോൾ എക്സും ആണ്. അപ്പൊ ഈ മാത്തമാറ്റിക്സിൽ പറയുന്നത് ഇതിന്റെ ഇത് പ്യൂർലി ഞാൻ മാത്തമാറ്റിക്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, തൽക്കാലം പ്യൂർലി ഫിസിക്സിലത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പേസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിലുള്ള ഡെഫിനേഷൻ അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ഫിസിക്സിലുള്ള ഫിസിക്കൽ സ്പേസ് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആദ്യം പറയുന്നത്. അപ്പൊ ഇതിന്റെ ജോമെട്രി സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ എക്സിന്റെയും വൈയുടെയും ടേംസിൽ, സ്മോൾ എക്സിന്റെയും സ്മോൾ വൈയുടെയും ടേംസിൽ ഈ പോയിന്റിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് പറഞ്ഞാൽ മതി. ഈ കേസിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിന് നമ്മൾ എസ് സ്ക്വയർ എന്ന് എഴുതുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പൈത്തഗോറസ് തിയറി വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ജോമെട്രി സ്പെസിഫൈഡ് ആണ്. ഇതാണ് ജോമെട്രി, പൈത്തഗോറസ് തിയറം. ഈ ആക്ച്വലി ഈ ജോമെട്രി ഉള്ള സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് യൂക്ലീഡിയൻ സ്പേസ്, ഫ്ലാറ്റ് സ്പേസ് അല്ലെ യൂക്ലീഡിയൻ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പതല്, നമ്മളിപ്പോ നമ്മുടെ ബോർഡിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ ആണെങ്കിലും പതലം എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ എപ്പോഴും വാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം 2 പോയിന്റ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ യൂക്ലിഡിയൻ ജോമെട്രിയിൽ. അതെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അതെ. അപ്പൊ മറ്റേ ഈ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം യൂക്ലിഡിയൻ ഒരു ഫ്ലാറ്റ് സർഫേസിലാണ് ഈ പേപ്പർ ഉള്ളതെങ്കിൽ നമ്മള് നോർമലി നമ്മൾ ചെയ്യുന്ന എല്ലാ ജോമെട്രി അതിൽ ചെയ്യാം. സ്കൂളിലെല്ലാം പഠിച്ച ജോമെട്രി ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് സാധനത്തിലാണ്. ഓക്കെ, അതെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് റിലേഷൻ ആണ് ആക്ച്വലി ജോമെട്രിയെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ജോമെട്രികൾ ഇമാജിൻ ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഡിഫറെന്റ് ഡിസ്റ്റൻസ് റിലേഷൻസ് ട്രൈ ചെയ്താൽ മതി. വേണമെങ്കിൽ എസ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഡിസ്റ്റൻസ് റിലേഷൻ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് തരം ജോമെട്രി ആയിരിക്കും, അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ജനറൽ ആയിട്ട് ജോമെട്രിയെ കുറിച്ച് പഠിക്കാനുള്ള ഒരു വഴി തുറന്നു തരികയാണ്. സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്റ്റൻസ് റിലേഷൻ ദാറ്റ് സ്പെസിഫൈസ് ദ ജോമെട്രി, ദെൻ വാട്ട്, അങ്ങനെയാണ് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. ഇനി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഞാൻ പറഞ്ഞു, സ്പേസ് ടൈമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആക്ച്വലി പറയുന്നത്, നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഇത് ആക്ച്വലി പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ് എന്നാണ്. സ്പേസ് ടൈം എന്ന് പറയുന്നത് ഏകദേശം സ്പേസ് പോലെ തന്നെയാണ് എന്നുള്ളതാണ്. അതായത് സ്പേസ് ടൈം, നമുക്ക് സ്പേസിന്റെ ഒരു ഡയറക്ഷൻ എടുക്കാം, എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതാം അല്ലെ, കോർഡിനേറ്റും. പിന്നെ വെർട്ടിക്കൽ ഡയറക്ഷൻ ടൈം കോർഡിനേറ്റ് എടുക്കാം. കൂടുതൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇവിടെ പ്ലെയിൻസ് ഒക്കെ വരയ്ക്കേണ്ടത്. പക്ഷെ ഇത് മതി, ഐഡിയ ക്ലിയർ ആകാൻ ഇത് മതി. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസ് ആണ് എടുത്തത്. ഇവിടെ 2 കോർഡിനേറ്റ് സ്പേസ് കോർഡിനേറ്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് സ്പേസ് എന്ന് വിളിക്കാം, 2 കോർഡിനേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് സ്പേസ് ടൈം. ഒരു ആക്സിസ് ടൈം ആണ്. നേരത്തെ 2 സ്പേസ് ആയിരുന്നു, ഇപ്പൊ ഒരു ആക്സിസ് ടൈം ആക്കി. അതെ. അപ്പൊ ഇതിൽ സ്പേസ് കോർഡിനേറ്റ് ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒറിജിൻ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് മാത്രം പറഞ്ഞാൽ സ്പേസ് കംപ്ലീറ്റ്ലി ലൊക്കേറ്റഡ് ആണ്. അതിൽ ടൈം ഏത് സമയത്താണ് നടക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ സ്പേസ് ടൈമിൽ വരയ്ക്കുകയാണെങ്കിൽ ഇതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, ഒരു ടൈം കോർഡിനേറ്റും ഉണ്ടാവും. നമ്മളൊരു ഇവന്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ഒരു
പറയേണ്ട കാര്യം കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ വാക്കുകളൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ആദ്യം ഈ സ്പേസ് ടൈമിലുള്ള പോയിന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇവന്റ്സ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടൈം, അത്രേ ഉള്ളൂ. അവിടെ ഡ്രമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഇവന്റ് സംഭവിക്കണമെന്നില്ല. ഈ സ്പേസ് ടൈം എന്ന് പറയുന്ന സ്പേസിലെ പോയിന്റ്സ് ആണ് ഇവന്റ്സ് എന്ന് പറയുന്നത്. സ്പേസിൽ എന്റെ വീട്ടിൽ ഒരു രാവിലെ 10 മണി ടൈമിൽ ഞാൻ ചായ കുടിച്ചു. അപ്പൊ ഇതൊരു സ്പേസ് ടൈം ഇവന്റ് ആണ്. ഇനി നിങ്ങളുടെ വീട്ടില് രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇവന്റ് ആണ്. That locates a particular location. That locates a particular thing in space time, അല്ലേ? സ്പേസ് ടൈം. ഓക്കെ. അപ്പൊ അത് തന്നെ ഒരു ഇവന്റ് ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ചായ കുടിച്ചെന്ന് പറഞ്ഞാൽ അതും ഒരു ഇവന്റ് ആണ്. അതെ, ആ ടൈമിൽ നടന്നൊരു സാധനമാണ് ചായ കുടിക്കൽ. ഓക്കെ, ഫൈൻ. അതെ, നിങ്ങളുടെ വീട്ടിൽ 10 മണി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഇവന്റ് ആണ്. അതിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ഓക്കെ, ഇതൊക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ടൈമിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ഇനി റെസ്റ്റിലല്ല ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ടൈമിൽ സ്പേസിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇങ്ങനെയായിരിക്കും അതിന്റെ ട്രജക്ടറി, വി എന്നുള്ള സ്പീഡിലാണ്. ഇത് ക്ലിയർ ആണ്, കാരണം ഇത് ടൈം സ്പേസിലും കുറച്ച് മൂവ് ചെയ്യുന്നുണ്ട്, അതേ ടൈമിൽ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം സ്പേസ് ടൈമിലുള്ള ട്രജക്ടറീസിനെ പറയുന്ന പേരാണ് വേൾഡ് ലൈൻ. സ്പേസ് ടൈമിലെ ട്രജക്ടറിക്ക് പറയുന്ന പേരാണ് വേൾഡ് ലൈൻ. ഇത്രയും ക്ലിയർ ആണല്ലോ, അല്ലേ? ഇനി നമുക്ക് ഈ സ്പേസ് ടൈമിൽ ജോമെട്രി ഉണ്ട്, നമ്മൾ പലതവണ പറഞ്ഞു. ജോമെട്രി സ്പെസിഫൈ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിന്റെ ഈ സ്പേസ് ടൈമിലുള്ള 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഈ കോർഡിനേറ്റ് ഡിഫറൻസിന്റെ ടേമിൽ പറയണം, അല്ലേ? ഇത് നമുക്ക് ആദ്യം ഒറിജിനിലുള്ള ഒരു ഇവന്റ് എടുക്കാം, പിന്നെ എ എന്ന് പറഞ്ഞൊരു ഇവന്റ് എടുക്കാം. റൈറ്റ്, ഇങ്ങനെ ഒരു ഇവന്റ് നമ്മൾ എടുക്കുകയാണ്. ഇങ്ങനെ 2 ഇവന്റ്സ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പേസ് ടൈമിന് ഒരു ജോമെട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാവുന്നത് യൂക്ലിഡിയൻ ജോമെട്രി ആണ്. അപ്പൊ ഇതിനെ ഞാൻ ഇവിടെ എസ് എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് ടോ എന്ന് ഉപയോഗിക്കാം. ഈ സ്പേസ് ടൈമിലുള്ള 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ ടോ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്, ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് സ്പേസ് ടൈമിൽ ഒരു റിലേഷൻ എഴുതാൻ കഴിയുമോ? അപ്പൊ നമുക്ക് ആദ്യം ഓബ്വിയസ് ആയിട്ടുള്ള ചോയ്സ് ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സ്മോൾ എക്സ് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് എഴുതാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യൂക്ലിഡിയൻ ജോമെട്രി തന്നെയാണ്, അല്ലേ? പക്ഷെ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വരില്ല. പക്ഷേ ഇതിന് പകരം സ്പേസ് ടൈമിന്റെ ജോമെട്രി ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ, ഇഫ് യു ജസ്റ്റ് സേ ദാറ്റ് ടോ സ്ക്വയർ, സ്പേസ് ടൈമിലുള്ള 2 പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 2 ഇവന്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ റിലേഷൻ വഴിയാണ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇത് വേറെ ജോമെട്രിയുടെ സ്പെസിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞ ജോമെട്രി സ്പെസിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഇവിടെ ഇടയിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഇടയിൽ മൈനസ് ആണെന്നുള്ള ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ വഴി ജോമെട്രി പറയണേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതാണ് സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്ന് പറയാം. ദിസ് ഇസ് ജോമെട്രി ഓഫ് സ്പേസ് ടൈം എന്ന് പറയാം. ഇതുകൊണ്ട് മാത്രമല്ല, ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ വി സേ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. സ്പേസിന്റെ ജോമെട്രി കാണിക്കുന്ന റിലേഷനെ പോലെ തന്നെ റിലേഷൻ ഇവിടെ ഉണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് മിങ്കോവ്സ്കി ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. തൽക്കാലം വിൽ കോൾ ഇറ്റ് ആസ് മിങ്കോവ്സ്കി ഡിസ്റ്റൻസ്, കാരണം ഈ ജോമെട്രിക്ക് പറയുന്ന പേര് മിങ്കോവ്സ്കി ജോമെട്രി എന്നാണ്. ഓക്കെ, ഈ ജോമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്പേസ് ടൈമിന്റെ കർവേച്ചർ ആണോ? അല്ല, കർവേച്ചർ ജോമെട്രി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജോമെട്രി എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ യൂക്ലിഡിയൻ ജോമെട്രി എന്ന് പറയുമ്പോൾ അവിടെ കർവേച്ചറിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇല്ല, അത് കർവേച്ചർ 0 ആയോണ്ടല്ലേ, ഫ്ലാറ്റ് സ്പേസിലായോണ്ടാണ് അവിടെ യൂക്ലിഡിയൻ ജോമെട്രി വർക്ക് ആവുന്നത്. അതെ, ഓക്കെ. അപ്പം ഈ മിങ്കോവ്സ്കി സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് സ്പേസ് ആണോ? സ്പേസ് ടൈമിൽ ഒരു ഫ്ലാറ്റ് സ്പേസ് ആണോ? ഇതൊരു ഫ്ലാറ്റ് സ്പേസ് ആണ്, കർവേച്ചർ അല്ല. അപ്പം പലതരം കർവേച്ചർ പോസിബിൾ ആണ്. അതിന്റെ അകത്ത് ഓരോന്നിനും ഓരോ ജിയോമെട്രി ആയിരിക്കും. അപ്പൊ നമ്മളൊരു ട്രയാങ്കിള് ഒരു ഫ്ലാറ്റ് പേപ്പറിൽ വരക്കാൻ നോക്കിയാലും, ഒരു കേർവ്ഡ് ഒരു പേപ്പർ ഇങ്ങനെ വളച്ചു വെച്ചിട്ട് ചെയ്ത് നോക്കിയാലും അതിന്റെ ഇക്വേഷൻസ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു ട്രയാങ്കിൾ നമ്മളൊരു വളഞ്ഞ പേപ്പറിൽ, അതെ, അപ്പൊ നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു വളഞ്ഞ പേപ്പറിൽ വരച്ചു കഴിഞ്ഞാല് ആ ഇക്വേഷൻ പൈത്തഗോറസ് ഇക്വേഷൻ വർക്ക് ആവില്ല. വേറെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും ആ വളഞ്ഞ പേപ്പറിൽ വർക്ക് ആവുന്നത്. വളഞ്ഞ പേപ്പർ അത്ര നല്ല എക്സാമ്പിൾ അല്ല, കാരണം വളഞ്ഞ പേപ്പർ ശരിക്കും ഫ്ലാറ്റ് സ്പേസ് തന്നെയാണ്. നമ്മൾ പേപ്പർ വളച്ചു എന്നേ ഉള്ളൂ.
ഫ്ലാറ്റ് സ്പേസ് തന്നെയാണ്. ഓക്കെ ആ ഓക്കെ. നമുക്ക് പക്ഷെ വേറെ ഏകദേശം ആ എക്സാമ്പിൾ ഇൻഡ്യൂഷൻ ആണ്. പക്ഷെ ബോൾ എടുത്താൽ മതി. ബോൾ എടുത്ത് ഈ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മളൊരു ബോൾ, ഒരു വലിയ ബോൾ എടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതെങ്കിൽ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യില്ല. അതെ അതെ, ഒരു ബോളിന്റെ മുകളിൽ വരച്ചാൽ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യില്ല. ഈ രീതിയിൽ ഓക്കെ, അപ്പം നമ്മൾ ഓക്കെ, അപ്പൊ ഇപ്പൊ സെബാസ്റ്റ്യൻ ചെയ്തത് റിവേഴ്സ് ഓർഡറിൽ വരികയാണ്. ഇപ്പൊ പൈത്തഗോറസ് തിയറം വർക്ക് ചെയ്യുന്ന ഒരു സർഫേസ് ഉണ്ടെങ്കിൽ അത് ഫ്ലാറ്റ് ആണ്. അത് വേറൊരു ഇക്വേഷൻ വരുന്നെങ്കിൽ എന്തോ ഒരു കർവേച്ചർ ഉണ്ട്, ബോൾ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കോൺവെക്സ് പോലെയാണ്, കോൺകേവ് പോലെയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ട്രയാങ്കിൾ വരച്ചു നോക്കിയിട്ട് അത് മെഷർ ചെയ്താൽ മനസ്സിലാവും നമ്മൾ വരച്ച പേപ്പർ ഫ്ലാറ്റ് ആണോ അല്ലയോ. അതെ അതെ, ഡിസ്റ്റൻസ് റിലേഷൻ വെച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ട്രയാങ്കിളിന്റെ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വരച്ച പേപ്പർ ഫ്ലാറ്റ് ആണോ അല്ല ഒരു ബോളിന്റെ മുകളിലാണോ ഒരു ബൗളിന്റെ ഉള്ളിലാണോ എല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് ഇത് ശരിക്കും എനിക്ക് റീമാൻ ആണെന്ന് തോന്നി ഐഡിയ മെയിൻ ആയിട്ട് മുന്നോട്ട് വെച്ചത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. കാരണം നമുക്കിത് വളരെ പല രീതിയിലും ജനറലൈസ് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബോളിന്റെ സർഫസ് ആണെങ്കിൽ അതിന്റെ ജോമെട്രി അറിയാൻ ഇത്രയും ചോദിച്ചാൽ വാട്ട്സ് ദ ഡിസ്റ്റൻസ് റിലേഷൻ ഇൻ ടേംസ് ഓഫ് ദ കോർഡിനേറ്റ്സ് അല്ലെ കോർഡിനേറ്റ് ഡിഫറൻസസ് ടു ബി സ്പെസിഫിക്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഡിസ്റ്റൻസ് റിലേഷൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ദെൻ ജോമെട്രി സ്പെസിഫൈഡ്. അപ്പൊ കർവ്ഡ് സ്പേസ് ആണെങ്കിൽ ഇത്ര സിമ്പിൾ അല്ല. കാരണം നമ്മൾ ഇൻഫിനിറ്റെസിമലി അടുത്തുള്ള 2 പോയിന്റ്സ് എടുക്കണം. അപ്പൊ നമ്മൾ കുറച്ച് കാൽക്കുലസിന്റെ മെത്തേഡ്സ് പോയി. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുക dx² + dx². ഇതാണ് കുറച്ചുകൂടെ അക്യുറേറ്റ്. പക്ഷെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതിയാലും മിസ്റ്റേക്ക് ഇല്ല എന്ന് മാത്രം. പക്ഷെ കാൽക്കുലസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കർവ്ഡ് സ്പേസ് ആണ്, കാൽക്കുലസിന്റെ ചില സങ്കേതങ്ങളും കൂടെ ആദ്യം മുതൽ ഉപയോഗിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഓക്കെ അപ്പൊ നമുക്ക് സ്പേസ് ടൈപ്പിന് ഒരു ജോമെട്രി ഉണ്ട്. അങ്ങനെ ചിലപ്പോ ഒരു കർവേച്ചറോ അങ്ങനെ എല്ലാ പോസിബിൾ സ്പേസ് ടൈമിലും ഒരു ട്രയാങ്കിൾ വരച്ചാലും നമുക്ക് എന്താ പറയാ ഈ ഇക്വേഷൻസ് ഫോളോ ചെയ്യണമെന്നില്ല. ഈ പൈത്തഗോറസ് തിയറം വേറെ എന്തെങ്കിലും ചിലപ്പോ ഒരു തിയറം ആയിരിക്കും വർക്ക് ചെയ്യുക. അതേ കോൺസെപ്റ്റ് നമ്മൾ സ്പേസ് ടൈമിലേക്കും കൊണ്ടുവരാണ്. അതെ, ഓക്കെ. അപ്പൊ ടൈം നമ്മുടെ സ്പേസ് പോലെ വേറൊരു ആക്സസ് മാത്രമായിട്ടാണ് കാണുന്നത്. വേറെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നുമില്ല. ഒരു 4 ഡയമെൻഷനൽ സാധനം, 4 ഡയമെൻഷൻസ് ഓഫ് സ്പേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇമാജിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ കൺസെപ്ച്വലി കണ്ടത് അങ്ങനെയാണ്. അതെ, അപ്പൊ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോർഡിനേറ്റ് മാത്രമാണ് സ്പേസ് പോലെ. ഈ സ്പേസ് ടൈമിന് ഒരു ജോമെട്രി ഉണ്ട്. സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്താണെന്നാണ് യഥാർത്ഥത്തിൽ സ്പെസിഫിക് തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. സ്പെസിഫിക്കലി ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ള ആക്ച്വലി സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ആക്ച്വലി ആദ്യം മനസ്സിലാക്കിയത് മിങ്കോവ്സ്കിയാണ്, ഐൻസ്റ്റൈൻ അല്ല, മിങ്കോവ്സ്കിയാണ്. ഐൻസ്റ്റൈന്റെ പ്രൊഫസർ ആയിരുന്നു. അപ്പൊ ഐൻസ്റ്റൈൻ ആദ്യ ഐഡിയ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പിന്നീട് ഐൻസ്റ്റൈൻ ഈ ഐഡിയയിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി, ഇതൊരു ജോമെട്രി എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം കണ്ടത്, നമ്മൾ വീഡിയോന്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത് നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ ശ്രമിക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർ ഡിസ്റ്റൻസും ടൈമും തമ്മിൽ ഡിസഗ്രി ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ഫെർദർ കൊണ്ടുപോവാണ്. ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ സ്പേസ് ടൈമിന്റെ ജോമെട്രിയിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, സ്പേസ് ടൈമിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോമെട്രി ഉണ്ട്. ആ ജോമെട്രിയുടെ കോൺസിക്വൻസ് ആയിട്ട് ലൈറ്റിന്റെ സ്പീഡിന്റെ കോൺസ്റ്റൻസിയെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഇത് ആക്ച്വലി ഇതിൽ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ടിയും എക്സും വേറെ വേറെ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ടി നമ്മൾ മെഷർ ചെയ്യുന്ന സെക്കൻഡ്സിലും എക്സ് മെഷർ ചെയ്യുന്നത് മീറ്റർ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി കുറയ്ക്കാന്ന് പറയുന്നത് ശരിയല്ല. അതിന് നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ചെയ്യാവുന്ന കാര്യം, ഇത് കറക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നുകിൽ വേറെ തരത്തിലുള്ള യൂണിറ്റ് സിസ്റ്റം എടുക്കുക, ടൈമിനും സ്പേസിനും ഒരേ യൂണിറ്റ്സുള്ള യൂണിറ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുക, ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇതിനെ രണ്ടിനും ഒരേ യൂണിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിന് ഒരേ യൂണിറ്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഉദാഹരണത്തിന് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ നമ്മൾ ടൈം എടുക്കുകയാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. അപ്പൊ ഡിസ്റ്റൻസിലുള്ള ഒരു ക്വാണ്ടിറ്റിയെ ടൈമിന്റെ യൂണിറ്റ്സ് ഉള്ള ഒരു ക്വാണ്ടിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അതിനെ ഒരു സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി.
അല്ലെ? അപ്പൊ ഈ സ്പീഡ് എന്ത് സ്പീഡ് ഉണ്ടോ നമ്മൾ ഡിവൈഡ് ചെയ്യുക ഇവിടെ. ഓൾറെഡി നമുക്ക് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഒരു സ്പീഡ് തരുന്നുണ്ട്. ലൈറ്റിന്റെ സ്പീഡ് എല്ലാവർക്കും കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ അല്ല, നമ്മൾ ദിസ് ഇസ് അനദർ വേ ഓഫ് റൈറ്റിംഗ് ഇറ്റ്. ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പൊ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. എക്സ് എന്നുള്ള രണ്ടും ടൈമായി, ടൈമിന്റെ യൂണിറ്റ് ഉള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റി. ഇത് യൂണീക്ക് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കാരണം എല്ലാവരും സി എന്നുള്ള സ്പീഡ് തന്നെയാണ് ലൈറ്റിന്റെ എന്നുള്ള എഗ്രി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്. സ്പീഡിന്റെ അപ്പൊ ഡയമെൻഷൻ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ഈ ഇക്വേഷനിൽ ഈ സി സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ട് ഒരു സ്പേസ് ടൈം റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ആക്സിസും എല്ലാം ഒരു ടൈമിനെ നമ്മള് ഡിസ്റ്റൻസിനെ നമ്മൾ ടൈമിന്റെ ഇതിലേക്ക് കൊണ്ടുവന്നു. അതെ, ഓക്കെ, ഫൈൻ. രണ്ട് യൂണിറ്റ്സ് സെയിം ആക്കി. ഓക്കെ. അപ്പൊ ഇതാണ് ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം. ഇതാണ് ജിയോമെട്രി ഓഫ് സ്പേസ് ടൈം എന്നാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ കാര്യം, നമുക്ക് സ്പേസ് ടൈം ഏകദേശം ഒരുപോലെയാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന വേറെ കാര്യം, നമ്മൾ സ്പേസ് വീണ്ടും എടുക്കുകയാണ്. ഓക്കെ, നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഇവിടെ ഒരു എൻഡിങ് പോയിന്റും ഉണ്ട്. അപ്പൊ ഇതിൽ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഈ രണ്ട് പോയിന്റ് ഇടയിൽ പല വഴി കൂടെ നമുക്ക് സഞ്ചരിക്കാം അല്ലെ? ഒരു വഴി, സ്ട്രെയിറ്റ് ലൈൻ മാത്രമല്ല പോസിബിൾ ആയിട്ടുള്ളത്, പല വഴികളിൽ കൂടെ സഞ്ചരിക്കാം അല്ലെ? ഇങ്ങനെ കറങ്ങി വരാം, ഇങ്ങനെ കറങ്ങി വരാം. നമ്മളൊരു കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിൽ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഡിഫറെന്റ് ആയിരിക്കും. നമ്മളെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ പരിചയമുള്ള കാര്യമാണ് അല്ലേ? പല വഴിക്ക് പോകാനും രണ്ട് ഡിസ്റ്റൻസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇവിടെ ഡിസ്റ്റൻസ് എലോങ് എ പാത്ത് എന്നുള്ളൊരു കോൺസ്റ്റന്റ്, ഡിസ്റ്റൻസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് എലോങ് എ പാത്ത്, ഒരു പെർട്ടിക്കുലർ വഴി കൂടെയുള്ള ഡിസ്റ്റൻസ്. ഇപ്പൊ സ്പേസിൽ ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത് നമുക്കറിയാം. എന്ത് ചെയ്താൽ മതി? ഒരു ഓഡോമീറ്റർ എന്നാണ് അതിന് പറയുക അല്ലെ? നമ്മുടെ കാറിലൊക്കെ ഉള്ള കിലോമീറ്റേഴ്സ്, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ മൊബൈൽ ഫോണിലല്ലേ ഈ സാധനം ഉണ്ട്. ഓഡോമീറ്റർ കൊണ്ടുപോയാൽ മതി. ഓഡോമീറ്റർ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പാത്തിലൂടെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ കഴിയും. ആലിസ് ഈ വഴിക്കാണ് ഈ പോയിന്റിലേക്ക്, ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് എ എന്നുള്ള പോയിന്റിലേക്ക് ഈ വഴിക്കാണ് സഞ്ചരിച്ചത്. ബോബ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഇതാണ് എടുത്തതെങ്കിൽ നമുക്കറിയാം ആലിസിന്റെ ഓഡോമീറ്റർ, ഇത് ആലിസ്, ഇത് ബോബ്. ആലിസിന്റെ ഓഡോമീറ്റർ റീഡിംഗ് ബോബിന്റെ ഓഡോമീറ്റർ റീഡിങ്ങിനെക്കാളും കൂടുതലായിരിക്കും നമുക്കറിയാം. കൂടുതലായിരിക്കും. ആലിസ് കുറേ കൂടി കിലോമീറ്റർ ഓടി ഉണ്ടാവും. അതെ, കൂടുതൽ കിലോമീറ്റർ. ഇത് ആക്ച്വലി ജിയോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഈ മിങ്കോവ്സ്കി ജിയോമെട്രി ഉപയോഗിച്ച്, പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം മാത്തമാറ്റിക്കലി. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇതിലുള്ള ഈ ആലിസിന്റെ പാത്ത് എടുക്കുക, അതിനെ ചെറിയ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സെഗ്മെന്റിന്റെയും ഡിസ്റ്റൻസ് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ ഈ ബോബിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കൺക്ലൂഷൻ തന്നെ കിട്ടും. ആലിസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ബോബ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെക്കാളും കൂടുതലാണെന്നുള്ളത്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് എലോങ് എ പാത്ത് അല്ലെങ്കിൽ ഓഡോമീറ്റർ, ഇത് നമ്മളിപ്പോ ചെയ്തൊരു ഇതൊരു ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ആണ്. നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എന്ന് പറയാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇൻ സ്പേസ്, യൂക്ലിഡിയൻ സ്പേസ്. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇതാണ്. നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വരയ്ക്കാം. y, x രണ്ട് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഈ പോയിന്റും എടുക്കാം. ഓക്കെ, എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും. അപ്പൊ നമുക്ക് രണ്ട് പാത്ത്സ് എടുക്കുകയാണ്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്ത്. ഓക്കെ, ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബോബിന്റെ പാത്ത്. മറ്റൊന്ന് എയിൽ നിന്ന് സിയിലേക്ക് പോയിട്ട് പിന്നെ ബിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ പൈതഗോറസ് തിയറി ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ എ ബി എന്നുള്ള ഡിസ്റ്റൻസ്, ദിസ് ഇസ് ലെസ് ദാൻ എ സി പ്ലസ് സി ബി അല്ലെ? എയിൽ നിന്ന് ബിയിലേക്ക് ഈ വഴിക്ക് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ്. അപ്പൊ അതിനേക്കാളും കൂടുതലാണ് എ സി പ്ലസ് ബി സി. ഇത് ആക്ച്വലി ഈ പൈതഗോറസ് അല്ലെങ്കിൽ ഈ എന്താണ്
യൂക്ലീഡിയൻ ജോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. ഇത് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. എന്റെ പ്രൂഫിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ സ്പേസ് ടൈമിലേക്ക് വരികയാണെങ്കിൽ ഞാനിവിടെ വീണ്ടും സ്പേസ് ടൈം ജോമെട്രി നോക്കുക. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന എല്ലാം ടൈമിന്റെ യൂണിറ്റിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള സ്പേസ് ടൈം ഡിസ്റ്റൻസ് അല്ലെ മിങ്കോസ്കി സ്പേസിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈമാണ്, ഒരു ടൈം ഇന്റർവൽ ആണ്. അത് ഈ ചിത്രം നോക്കുകയാണെങ്കിൽ വീണ്ടും മനസ്സിലാവും. വീണ്ടും നമ്മൾ എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റും എടുക്കുകയാണ്. അപ്പൊ ഇതിൽ അനങ്ങാതെ നിൽക്കുന്ന ഒരാള്, റെസ്റ്റിലുള്ള ഒരാൾ, ഈ പോയിന്റിലും ഈ പോയിന്റ്, അതായത് ഈ സ്പേസ് ടൈമിൽ റെസ്റ്റിലുള്ള ഒരാളെ അപേക്ഷിച്ചിടത്തോളം ഇവിടെ കടന്നുപോയ ഇതിന്റെ ഇടയിലുള്ള സ്പേസ് ടൈം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇയാൾ സ്പേസിൽ ട്രാവൽ ചെയ്തിട്ടില്ല, ടൈമിൽ മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ, അല്ലേ? ശരിയല്ലേ? അതെ, ടൈമിൽ മാത്രം മൂവ് ചെയ്തുള്ളൂ. ഇപ്പൊ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്, 11 മണിക്ക് ഈ പോയിന്റിലെത്തി. അപ്പൊ ഇയാൾ സ്പേസിൽ എവിടെയും മൂവ് ചെയ്തില്ല, കസേരയിൽ ഇരിക്കുകയാണ്. അപ്പൊ സ്പേസ് ടൈമിൽ ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇയാളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ്, അല്ലേ? സ്പേസ് ടൈമിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്ന് അറിയണമെങ്കിൽ എത്ര സമയം കടന്നുപോയി നോക്കിയാൽ മതി. റൈറ്റ്, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്, പറഞ്ഞോ. വീണ്ടും സ്പേസിലേക്ക് വരികയാണ്. സ്പേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഇയാൾ ട്രാവൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഇയാൾ ഉപയോഗിക്കുന്ന ഓഡോമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ക്ലോക്കാണ്. സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഇയാൾ മൂവ് ചെയ്തിരിക്കണം. അപ്പൊ ഇയാൾ സ്പേസിലെ റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇയാൾ ഒരു ക്ലോക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയിൽ എത്ര ദൂരം ഇയാൾ സഞ്ചരിച്ചു എലോങ് ദിസ് പെർട്ടിക്കുലർ ട്രജക്ടറി എന്നുള്ള ഇയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അനാലജി നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാണ്. ക്ലോക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. ക്ലോക്സ് ടേക്ക് ദ പ്ലേസ് ഓഫ് ഓഡോമീറ്റേഴ്സ് ഇൻ സ്പേസ് ടൈം. അപ്പൊ സ്പേസിൽ ഓഡോമീറ്റർ എന്താണോ ചെയ്യുന്നത്, ഇതേ കാര്യമാണ് സ്പേസ് ടൈമിൽ ഒരു ക്ലോക്ക് ചെയ്യുന്നത്. ഇനി ഈ വേറൊരു പാത്ത് എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു പാത്ത് എടുക്കാം. ആദ്യം സി എന്നുള്ള ഒരു പോയിന്റിലേക്ക് പോയി, എന്നിട്ട് ബി എന്നുള്ള പോയിന്റിലേക്ക് വരികയാണ്. ഡിസ്റ്റൻസ് എല്ലാം ഇത് വേറെ ട്രജക്ടറിയാണ്. ഈ ട്രജക്ടറിയിലൂടെ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? ഈ ട്രജക്ടറിയിലൂടെ ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. ആദ്യം എയിൽ നിന്ന് സിയിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോകുക, എന്നിട്ട് സിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോകുക. ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഈ മിങ്കോവ്സ്കി ജോമെട്രിയുടെ ഇത് നോക്കുകയാണ്. നമ്മൾ എന്താണ് യൂക്ലീഡിയൻ ജോമെട്രിയിൽ ഇടയിൽ ഒരു പ്ലസ് സൈൻ ആണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് എ ബി ലെസ് ദാൻ എ സി പ്ലസ് സി ബി എന്ന് കിട്ടിയത്. ഓക്കെ, അതേസമയം നമ്മൾ മിങ്കോവ്സ്കി ജോമെട്രി നോക്കുകയാണെങ്കിൽ ഇടയിൽ ഒരു മൈനസ് സൈൻ ആണുള്ളത്. അപ്പൊ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെയുള്ള ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഇങ്ങനെയാണ്. യു വിൽ സീ ദാറ്റ് എ ബി ഇസ് ഗ്രേറ്റർ ദാൻ എ സി പ്ലസ് ബി സി എന്ന് കാണാൻ കഴിയും. ഓക്കെ, അതായത് ഇത് പ്രൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, ബട്ട് അതിന്റെ ആവശ്യമില്ല. ഇത് ഏകദേശം ക്ലിയർ ആണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്, അത്രേ ഉള്ളൂ. അതായത് സ്ട്രെയിറ്റ് ലൈൻ, നമ്മൾ സ്പേസ് ടൈമിലുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് straight line trajectories correspond to longest Minkowski distance. ഓക്കെ അല്ലേ? അതേസമയം സ്പേസ് എടുക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ട്രജക്ടറീസ് കറസ്പോണ്ട് ടു ഷോർട്ടസ്റ്റ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. അത് എഴുതണ്ടല്ലോ, ക്ലിയർ അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ആണ് ഷോർട്ടസ്റ്റ്. ഇവിടെ കോൺസിക്വൻസ് ആണ് ഈ കാര്യം. ഓക്കെ, ഇനി ഇതിന് വേറെ പേര് പ്രാക്ടിക്കലി ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അനങ്ങാണ്ട് നിന്നാല് ഞാൻ സ്പേസ് ടൈമിലേക്ക് കൂടി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് പോകുന്നതാണോ? രണ്ട് സ്പേസ് ടൈം പോയിന്റ്സ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ മൂവ് ചെയ്താലാണ് ഒരു മൂവിങ് ക്ലോക്ക് ആണ് ഫാസ്റ്റർ ത്രൂ സ്പേസ് ടൈം. ഇതാണോ അതിന്റെ? അല്ല, അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഏജിങ് ഓഫ് ട്വിൻസ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമുക്ക് തൽക്കാലം കാണുന്നത് എ ബി എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറീസ് കറസ്പോണ്ട് ടു ലോങ്സ്റ്റ് മിങ്കോസ്കി ഡിസ്റ്റൻസ്. ഈ മിങ്കോസ്കി ഡിസ്റ്റൻസിന് വേറെ പേരുണ്ട്. ദിസ് ഇസ് കോൾഡ് പ്രോപ്പർ ടൈം. ഓക്കെ, ഇപ്പൊ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് മിങ്കോസ്കി ഡിസ്റ്റൻസ് തന്നെയാണ്. അതായത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള മിങ്കോസ്കി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനെന്ത് ചെയ്താൽ മതി? ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ആണെങ്കിൽ ഒരു ഇവന്റിൽ നിന്ന് വേറെ ഇവന്റിലേക്ക് ഒരു ക്ലോക്ക് കൊണ്ടുപോയാൽ മതി. അപ്പൊ ഒരു ഇവന്റിൽ നിന്ന് വേറെ ഇവന്റിലേക്ക് ക്ലോക്ക് കൊണ്ടുപോകുമ്പോൾ ആ ക്ലോക്കിൽ കടന്നുപോയ സമയമാണ് ആ ട്രജക്ടറിയുടെ പ്രോപ്പർ ടൈം. ആ ട്രജക്ടറിയായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുത്ത പാത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം. സ്പേസിൽ നമ്മൾ സ്വീകരിച്ച പാത്തുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്റ്റൻസ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് സ്പേസ് ടൈമിൽ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ നമ്മൾ എടുക്കുന്ന ഡിഫറെന്റ് പാത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ടൈം ആണ് നമ്മൾ പറയുന്നത്. അത് മെഷർ ചെയ്യുന്ന ക്ലോക്ക് ആണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. മിങ്കോസ്കി ഡിസ്റ്റൻസ് ഉള്ളതിന് വരെ നമുക്ക്, കാരണം നമ്മൾ ടൈമിന്റെ ടേംസിലാണ് എഴുതി. വിൽ കോൾ ഇറ്റ് ദ പ്രോപ്പർ ടൈം. ഈ പ്രോപ്പർ എന്നുള്ളത് ആക്ച്വലി പ്രോപ്പർ എന്നുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് പറയാം, അതുകൊണ്ട് ചോദിച്ചാൽ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഓൺ എന്നാണ് അർത്ഥം. ഓൺ ടൈം. ആക്ച്വലി ഇത് പ്രോപ്പർ എന്നുള്ളത് കുറച്ചൊരു മോശം ട്രാൻസ്ലേഷൻ ആണ്. ഓൺ ടൈം, പ്രോപ്പർ ടൈം എന്ന് പറഞ്ഞാൽ ഓൺ ടൈം. അതായത് ട്രജക്ടറിയുടെ ഓൺ ടൈം, ട്രജക്ടറിയുടെ പ്രോപ്പർ ടൈം. അതായത് ഈ ട്രജക്ടറിയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ട്രജക്ടറിയിലൂടെ നമ്മൾ ക്ലോക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഉള്ള സമയം എന്താണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടതാണ്. ഇത്ര സമയം കണ്ടത് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, സ്പേസ് ടൈം ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് സ്പേസ്. ഓക്കെ, ഓഡോമീറ്റേഴ്സ് മെഷർ ഡിസ്റ്റൻസസ് ഇൻ സ്പേസ്, ക്ലോക്സ് മെഷർ ഡിസ്റ്റൻസ് ഇൻ സ്പേസ് ടൈം. ഈ ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നതാണ് പ്രോപ്പർ ടൈം. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി കണ്ടു. ഇപ്പൊ രണ്ട് പോയിന്റ്സ് ഉണ്ട്. സ്പേസ് ടൈമിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിന്റെ ഇടയിൽ നമ്മൾ പല ട്രജക്ടറീസ് പോസിബിൾ ആണ്. സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറി, അതായത് ഇവിടെ തന്നെ അനങ്ങാൻ നിൽക്കുകയാണ്, സ്ട്രേറ്റ് ലൈൻ ട്രജക്ടറി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ലോങ്ങർ ട്രജക്ടറി എടുക്കാം. ഇതിനേക്കാളും ലോങ്ങർ അല്ല, കാഴ്ചയിൽ ലോങ്ങർ ആയിട്ട് ട്രജക്ടറി എടുക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ കൺക്ലൂഡ് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം എന്നാണ്, അല്ലേ? സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം, അല്ലേ? അപ്പൊ ഇതാണ് ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം. ഈ ക്ലോക്കിൽ നമ്മൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്ലോക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ആ ക്ലോക്കിൽ 11 മണിയായി. ഇനി വേറൊരു ക്ലോക്ക് നമ്മൾ ചെയ്യുന്നത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. സ്പേസ് ടൈമിലൂടെ ഒരു ഡിഫറെന്റ് ട്രാജക്ടറി, സ്ട്രേറ്റ് ലൈൻ അല്ലാത്തൊരു ട്രാജക്ടറി എടുത്താണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പൊ അതിൽ 10:40 ആയി. ഇനി ഇവിടെ മൂന്നാമത്തെ ക്ലോക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് വീണ്ടും 10 o'clock സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് കുറച്ചുകൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രാജക്ടറി എടുക്കുകയാണ്. ഇത് ഏറെക്കുറെ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റഡ് ആണ്. ഇത് കുറെ കൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രാജക്ടറിയാണ്, അല്ലേ? കുറെ കൂടെ കർവ്ഡ് ആയിട്ടുള്ള ട്രാജക്ടറി എടുക്കുമ്പോൾ ഇതിൽ 10:15 ആയിട്ടുള്ളൂ. അപ്പൊ ഡിഫറെന്റ് ക്ലോക്കുകളിൽ ഡിഫറെന്റ് സമയമാണ് കടന്നു പോയിരിക്കുന്നത്. ഇതെല്ലാം ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ പോയിന്റിൽ എത്തിയ ക്ലോക്കുകളാണ്. ഇതിലെല്ലാം സമയം ഡിഫറെന്റ് ആണ്. കാരണം ഇതെല്ലാം സ്പേസ് ടൈമിലുള്ള ഡിഫറെന്റ് ട്രജക്ടറീസ് ആണ്. ഇതൊരു ട്രജക്ടറി, ഇത് രണ്ടാമത്തെ ട്രജക്ടറി, ഇത് മൂന്നാമത്തെ ട്രജക്ടറി. അപ്പൊ നമ്മൾ സ്പേസിൽ പറഞ്ഞ പോലെ തന്നെ ഡിഫറെന്റ് പാത്ത്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ പാത്തിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ് അലോങ് ദ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. ഈ കേസിൽ പറയുകയാണെങ്കിൽ പ്രോപ്പർ ടൈം അലോങ് ദ പാത്ത് ഡിഫറെന്റ് ആയിരിക്കും. കാരണം പ്രോപ്പർ ടൈം ആണ് ഡിസ്റ്റൻസിന് സമാനമായിട്ട് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി. അത് മെഷർ ചെയ്യുന്ന ക്ലോക്കുകളാണ്. അപ്പൊ ഇത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പീഡിൽ ട്രാവൽ ചെയ്ത് നമ്മൾ, ഇത് റെസ്റ്റിലുള്ള ക്ലോക്കാണ്. ഇത് ഈ ക്ലോക്കിനെ അപേക്ഷിച്ച് ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ക്ലോക്കാണ്. ഇത് അതിനേക്കാളും സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ക്ലോക്കാണ്. അപ്പൊ ഈ എക്സ്പെരിമെന്റ് ആണ് നേരത്തെ നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ട് ക്ലോക്കുകൾ സിങ്ക്രണൈസ് ചെയ്യുക. ഓക്കെ, ഒന്നിനെ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്തുക, സ്പേസ് ടൈമിൽ ഒരു പോയിന്റിൽ തന്നെ നിലനിർത്തുക. ഓക്കെ, ഈ പോയിന്റിൽ തന്നെ നിലനിർത്തുക. അടുത്തതിനെ ഈ പോയിന്റിൽ നിന്ന് ഒരു ഹൈ സ്പീഡ് ജേർണിയിലേക്ക് എത്തിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഇത്ര സ്പീഡിൽ പറ്റില്ല, ഹൈ സ്പീഡ് ജേർണിയിൽ എത്തിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ഈ ക്ലോക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ എർത്തിൽ ഉണ്ടായിരുന്ന ക്ലോക്കിൽ കടന്നുപോയ സമയത്തെക്കാളും കുറവായിരിക്കും ഈ കർവ്ഡ് ട്രജക്ടറി എടുത്ത, അല്ലെങ്കിൽ കർവ്ഡ് ട്രജക്ടറി എന്ന് പറയാം, അല്ലെ? വളഞ്ഞ വഴി സ്വീകരിച്ച ക്ലോക്കിൽ ഉണ്ടാകും. അപ്പം വെറുതെ ടൈമിൽ ഇരിക്കുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് നമ്മള് കുറച്ച് മൂവ്മെന്റ് നടത്തിയിട്ട് തിരിച്ച് അതേ ടൈമിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ ക്ലോക്സ് സ്ലോവർ ആയിരിക്കും.
അതെ, അതിന്റെ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെടും, ആ ക്ലോക്കിൽ കടന്നുപോയ സമയവും കുറവായിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും നടത്തിയ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ 2 സിങ്ക്രണൈസ്ഡ് ക്ലോക്ക് എടുത്തു. അതിലൊരു ക്ലോക്ക് നമ്മൾ ഗ്രൗണ്ട് ലെവൽ സീ ലെവലിൽ എർത്തിൽ വെക്കുന്നു, വേറൊരു ക്ലോക്ക് നമ്മൾ ഒരു ജെറ്റിൽ കയറ്റിയിട്ട് ഒരു വലിയൊരു ട്രിപ്പ് അടിച്ചിട്ട് തിരിച്ച് അതേ സ്പേസ് ടൈം പോയിന്റിലേക്ക് വരുന്നു. ആദ്യത്തെ ക്ലോക്കിന്റെ അടുത്തേക്ക് തന്നെ ജെറ്റ് വരുന്നു. പിന്നെ 2 വേറെ ക്ലോക്കും space time കമ്പയർ point ചെയ്ത് ആണ്. നോക്കുമ്പോൾ ആ അതെ, വേറെ സ്പേസ് ടൈം പോയിന്റ്, ഒരേ ടൈം, അതെ അതേ ടൈം തിരിച്ചൊരു അവിടെ തിരിച്ചു വരുന്നു. 2 ക്ലോക്കും വീണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ജെറ്റിൽ ഉണ്ടായ ക്ലോക്ക് കുറച്ചും കൂടി സ്ലോവർ ആണ്. അതെ, അതിന്റെ സിങ്ക്രണൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ രീതിയിൽ. ഇത് ആ നഷ്ടപ്പെട്ടു. എക്സ്പെരിമെന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, എർത്തിലുള്ള ക്ലോക്ക് 11 മണിയായി. പക്ഷെ ജെറ്റിൽ പോയി തിരിച്ചു വന്നതിൽ 10:40 ആയിട്ടുള്ളൂ. അതായത് 40 മിനിറ്റ് ഈ ട്രജക്ടറിയിലൂടെ പോയപ്പോൾ കടന്നു പോയിട്ടുള്ളൂ. ഈ സ്ട്രൈറ്റ് ലൈൻ ട്രജക്ടറി കൂടെ കടന്നു പോയപ്പോൾ 1 മണിക്കൂർ കടന്നുപോയി. ഓക്കെ. അപ്പൊ ഇത് ഈ ഇൻറ്റ്യൂഷൻ ആക്ച്വലി സ്പേസിലുള്ള ഇൻറ്റ്യൂഷൻ പോലെ തന്നെയാണ്. നമ്മൾ ഡിഫറെന്റ് ട്രജക്ടറിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ദൂരം സഞ്ചരിക്കും, അതെ അല്ലെ? ഇപ്പൊ നമ്മള് എറണാകുളത്ത് തിരുവനന്തപുരത്തേക്ക് ആലുവ വഴി പോയാലും കോട്ടയം വഴി പോയാലും ഒരേ ഡിസ്റ്റൻസ് ആണെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതെ അപ്പൊ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് വരുന്നത് സ്പേസിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതേസമയം സ്പേസ് ടൈമിലാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്സ്റ്റ് പ്രോപ്പർ ടൈം എന്നുള്ളതാണ്. അതെ, അപ്പൊ നമുക്ക് ടൈം സേവ് ചെയ്യണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് മൂവ് ചെയ്യണം. അതെ അതെ, ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡിയ കിട്ടി, ഇങ്ങനത്തെ ഒരു സ്പേസ് ടൈമിലേക്ക് ഒരു പോകുന്ന ഡിസ്റ്റൻസും ഇതെല്ലാം കിട്ടി കഴിഞ്ഞ്. അപ്പം ഇനി എന്താ നെക്സ്റ്റ് എന്താണ്? ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇത് സ്പേസ് ആണ്. ഓക്കെ, ഇത് മീറ്റർ ആണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. 30 മീറ്റർ പോയിന്റ് ആണ്, ഇത് 80 മീറ്റർ പോയിന്റ് ആണ്. അപ്പൊ ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 80 - 30 എടുത്താൽ മതി, അല്ലെ? പക്ഷെ ഈ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതല്ല നമ്മൾ എടുക്കുന്ന ട്രജക്ടറി, എല്ലാ ട്രജക്ടറിയിലൂടെയും ഉള്ള ഡിസ്റ്റൻസ്. ഇതൊരു വളഞ്ഞ വഴിയാണ്. എത്തിയിരിക്കുന്നത് 30 നിന്ന് 80 തന്നെയാണ്. പക്ഷെ ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 80 - 30 അല്ല. ഓഡോമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 80 - 30 അല്ല. ഇതേ രീതി തന്നെയാണ് ക്ലോക്കിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ സ്പേസ് ടൈമിലൂടെ 2 പോയിന്റ്സിന്റെ ഇടയിൽ ക്ലോക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ ടൈം കോർഡിനേറ്റ് നമുക്ക് മെഷർ ചെയ്യാം. ടി എന്നുള്ള ടൈം കോർഡിനേറ്റ് പിടിച്ച് ഇത് നമ്മളിപ്പോ 0 എന്നുള്ള സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്, 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയെന്ന് കരുതുന്നത്. അപ്പൊ ഇവിടെ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് 10 മണിക്കൂറാണ്. പക്ഷെ ഈ കോർഡിനേറ്റ് ഡിഫറൻസും ഈ ഡിഫറെന്റ് പാത്തിലൂടെ ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴുള്ള ഡിസ്റ്റൻസും കടന്നു പോകുന്ന സമയവും സെയിം അല്ല. അത്രേ ഉള്ളൂ, സെയിം അല്ല. നമ്മൾ അനങ്ങി നമ്മൾ ഒരു മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മളെ ടൈം നമ്മൾ സേവ് ചെയ്ത് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ലോക്കില് എങ്ങനെ അല്ല, അവിടെ സ്ട്രെയിറ്റ് വെറുതെ ഇരുന്നെങ്കിൽ 10 മണിക്കൂർ ആവുന്നത് നമ്മൾ കുറച്ച് മൂവ്മെന്റ് ഒക്കെ നടത്തിയോണ്ട് ചിലപ്പോ 9 മണിക്കൂറും അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും. നമ്മുടെ ക്ലോക്കിൽ 9 മണിക്കൂർ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടുത്തെ കോർഡിനേറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 തന്നെയാണ്. അതെ, ഇത് കാരണം നമുക്ക് ടൈമിന്റെ കാര്യത്തിൽ ഇൻറ്റ്യൂഷൻ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10 മണിക്ക് തിരിച്ചെത്തി, അങ്ങനെയാണ് 1 മണിക്കൂർ കടന്നുപോയി. 10 - 9. പക്ഷെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ദൂരം സഞ്ചരിച്ച് വരുന്നെങ്കിൽ ആ ക്ലോക്കിൽ കടന്നുപോയ സമയം എന്ന് പറയുന്നത് 10 - 9 ആയിരിക്കില്ല എന്നുള്ളതാണ്. കോർഡിനേറ്റ് ഡിഫറൻസ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇനി ടൈം നമ്മൾ നേരത്തെ കണ്ട ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ആണ്, നമ്മൾ കുറച്ച് മൂവ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അതേ ടൈമിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ കുറച്ച് ടൈം സേവ് ചെയ്തിരിക്കും എന്നുള്ളത്. അതെ, അതായത് ഈ 2 ഡിഫറെന്റ് ടൈം ആണ്. ഇവിടെ 0 ഇവിടെ 10 മണിയാണ്, 0 സ്റ്റാർട്ട് ചെയ്ത് 10 തിരിച്ചെത്തി. ഇനി സേവ് ചെയ്തു എന്നുള്ള വാക്കിനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ. ആക്ച്വലി നമ്മൾ സമയം സേവ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ക്ലോക്കിൽ 10 മണിക്കൂർ കടന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ഈ ക്ലോക്കിൽ 2 മണിക്കൂർ കടന്നു പോയിട്ടുള്ളൂ എന്ന് കരുതുക. ഈ റൗണ്ട് ട്രിപ്പ് അടിച്ച ക്ലോക്കിൽ 2 മണിക്കൂർ കടന്നു പോയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പൊ നമ്മൾ ഈ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് വർഷം ഇത് 2 വർഷമാണെന്ന് കരുതുക. ഇവിടെ ഇയാൾ ഭൂമിയിൽ നിന്ന ആളെ സംബന്ധിച്ചിടത്തോളം 10 വർഷം കടന്നുപോയി. ഇയാളെ സംബന്ധിച്ചിടത്തോളം 2 വർഷം ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇയാൾ 2 വർഷം ജീവിച്ചിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് വായിക്കാവുന്ന പുസ്തകങ്ങളെ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് കാണാവുന്ന സിനിമകള്, ചിന്തകള്, ഹാർട്ട് ബീറ്റ്സ് അത്ര ഇയാൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതെ,
ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് സമയം നമ്മുടെ സേവ് ചെയ്തു. ഇന്റർസ്റ്റെല്ലാർ പോലെയാണ്. അതെ അതെ, അതെ, നമ്മൾ വേറൊരു എഫക്റ്റ് ആണ്. വേറൊരു എഫക്റ്റ് ആണ്. പക്ഷെ അതേ കാണാൻ അതേപോലെ ഉണ്ട്. ഒരാൾക്ക് 2 അതെ, മണിക്കൂർ, അതെ. വേറൊരാൾക്ക് 10 മണിക്കൂർ. അതെ അതെ. പക്ഷെ ഇയാൾ 2 മണിക്കൂർ ഓക്കെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ഇയാൾ ചെയ്തിട്ടുള്ളൂ, അത്രയും ചിന്തകളെ ചിന്തിച്ചിട്ടുള്ളൂ, അത്ര ഹാർട്ട് ബീറ്റ് ഉണ്ടായിട്ടുള്ളൂ, അത്ര സമയം അതെ. അയാൾ ഉറങ്ങുന്ന സമയം, അതെല്ലാം അത് തന്നെയുള്ളൂ. ഓക്കെ ഓക്കെ, ഓക്കെ അപ്പൊ ആണ്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ഏജിങ് ഓഫ് ട്വിൻസിലേക്ക് എത്തുന്നത്. ഇതിനെ പലപ്പോഴും ട്വിൻ പാരഡോക്സ് എന്ന് പറയാറുണ്ട്. അവൻ നമുക്കിപ്പോ തൽക്കാലം പാരഡോക്സിക്കൽ ആയിട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് പാരഡോക്സ് എന്നുള്ള വാക്ക് ഒഴിവാക്കാം. ഏജിങ് ഓഫ് ട്വിൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അതൊരു പെയർ ഓഫ് ട്വിൻസ് ഉണ്ട്. ട്വിൻസ് എന്ന് പറഞ്ഞ ഇരട്ടകൾ. അവരുടെ ഒരു 20ാമത്തെ ബർത്ത്ഡേയില് അവർ തീരുമാനിക്കുകയാണ്, ഒരാൾ എർത്തിൽ തന്നെ നിൽക്കുകയാണ്, മറ്റേ ആള് ഹൈ സ്പീഡ് ജേണിക്ക് പോകണം, അടുത്തുള്ള ഗാലക്സിയിലേക്ക് മറ്റേ പോയിട്ട് വരികയാണ്. ലൈറ്റിന്റെ സ്പീഡിനോടുള്ള അടുത്ത സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കാലണ്ടർ ആയിട്ട് കണക്കാക്കിയാൽ മതി. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ട്വിൻസിന് ഒരേ ഏജ് ആണ് ഉണ്ടാകുക. തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ നിലനിന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയത്തെക്കാളും വളരെ കുറവാണ്. അപ്പൊ അവരുടെ ഏജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് 20 വയസ്സുള്ളപ്പോഴാണ് പോയതെങ്കിൽ തിരിച്ചെത്തി മീറ്റ് ചെയ്യുമ്പോൾ ഏർത്തിലുള്ള ആൾക്ക് 60 വർഷവും ഈ തിരിച്ചു വന്ന ആൾക്ക് ഒരുപക്ഷെ 25 വയസ്സായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഏജിങ് ഓഫ് ട്വിൻസ് എന്ന ഫേമസ് ആയിട്ടുള്ള എഫക്ട്. ഇതിന്റെ കാരണം ഇവർ സ്പേസ് ടൈമിൽ ഡിഫറെന്റ് റൂട്ട്സ് ആണ് എടുത്തത് എന്നുള്ള മാത്രമാണ്. അതെ, അപ്പൊ നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കണ്ടതെങ്കിൽ ഈ എഫക്റ്റ് ഉണ്ടാവും. അതെ അതെ, ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ള ഫാക്ടിനെ നമ്മൾ ഈ ജോമെട്രിയുടെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ജോമെട്രിയുടെ ഒരു കോൺസിക്വൻസ് ആണ്. അത് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ജോമെട്രിയുടെ കോൺസിക്വൻസ് ആവുന്നത്. ഓക്കെ, അത് പറയാം, വിൽ ട്രൈ. അപ്പൊ ഇതാണ് ശരിക്കും ഏജിങ് ഓഫ് ട്വിൻസ്. നമ്മൾ വേൾഡ് ലൈൻ നോക്കുകയാണെങ്കിൽ ഇത് ഒരു പെയർ ഓഫ് ട്വിൻസ് ആണ്. ഒരാൾ എർത്ത് ലൈൻ നിന്ന്, അയാളുടെ വേൾഡ് ലൈൻ സ്ട്രേറ്റ് ലൈൻ ആണ്. പക്ഷെ സ്ട്രേറ്റ് ലൈൻ കറസ്പോണ്ട്സ് ടു ലോങ്ങർ പ്രോപ്പർ ടൈം. മറ്റേയാളുടെ അടുത്ത് സ്പേസ് ടൈം ട്രജക്ടറി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ അയാളുടെ ക്ലോക്കിൽ കുറവ് സമയം കടന്നു പോയിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ ഏജിൽ മാറ്റം വന്നു. ഒരു മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഏജിൽ മാറ്റം വന്നു. ഇത് നമ്മൾ നേരത്തെ ക്ലോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇതിൽ പലപ്പോഴും ട്വിൻ പാരഡോക്സ് എന്ന് പാരഡോക്സിക്കൽ ആയിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതിൽ പാരഡോക്സ് ഒന്നുമില്ല. അതിന്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രോപ്പർ ടൈം ഉണ്ടല്ലോ, പ്രോപ്പർ ടൈം എലോങ് എ പാത്ത്, ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷെ ഈ പ്രോപ്പർ ടൈം എലോങ് എ പാത്ത് എന്ന് പറയുന്ന കാര്യം ഒരു ഡിസ്റ്റൻസ് ആണല്ലോ. ഇത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പലരും കാൽക്കുലേറ്റ് ചെയ്യുന്ന പലരും നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, വാട്ട്സ് ദ പ്രോപ്പർ ടൈം എലോങ് ദിസ് ബ്ലൂ ലൈൻ പാത്ത്, ബ്ലൂ ലൈൻ ട്രജക്ടറി എന്ന് ചോദിച്ചാൽ ഏത് ഇനർഷ്യൽ ഫ്രെയിമുള്ള ഒബ്സർവർ ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ സെയിം ആയിരിക്കും. ഓക്കെ, വാട്ട്സ് ദ പ്രോപ്പർ ടൈം എലോങ് ദ ഗ്രീൻ ട്രജക്ടറി എന്ന് ചോദിക്കുകയാണെങ്കിലും എല്ലാ ഒബ്സർവേഴ്സും, എല്ലാ ഇനർഷ്യൽ ഫ്രെയിമുള്ള ഒബ്സർവേഴ്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ സെയിം ആയിരിക്കും. അതായത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഒബ്സർവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടൈം പോലെയല്ല, ഡിസ്റ്റൻസ് പോലെയല്ല. അല്ല, പ്രോപ്പർ ടൈം ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്, ഒബ്സർവർ ഇൻഡിപെൻഡന്റ്. അപ്പൊ നമ്മൾ സാധാരണ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയും. പക്ഷെ ആക്ച്വലി റിലേറ്റിവിറ്റി ചെയ്യുന്നത് ചില കാര്യങ്ങൾ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അബ്സല്യൂട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യും കൂടിയാണ് ആക്ച്വലി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈമും സ്പേസും യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രോപ്പർ ടൈം യൂസ് ചെയ്താൽ എല്ലാം എന്താ പറയാ, റിലേറ്റിവിറ്റി ഒന്നും ഇല്ല, എല്ലാവർക്കും ഒരേപോലെയാണ്. പ്രോപ്പർ ടൈം എല്ലാവർക്കും ഒരേപോലെയാണ്, ടൈമും സ്പേസും പോലെയല്ല. അതെ, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ട്രജക്ടറിയിലൂടെയുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും അത് എഗ്രി ചെയ്യും. അത് സ്പേസിന്റെ കാര്യത്തിൽ സെയിം ആണ്. നമ്മൾ സ്പേസ് എടുക്കുകയാണ്, XY എടുക്കുകയാണ്. ഇപ്പൊ ഈ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ എല്ലാവരും എടുത്തോളുന്നില്ല. ഇപ്പൊ ഇവിടെ 2 ട്രജക്ടറി എടുത്തു. ഓക്കെ, അപ്പോ ഇത് ട്രജക്ടറി 1, ഇത് ട്രജക്ടറി 2 സ്പേസിലൂടെ. അപ്പൊ നമ്മൾ ഓഡോമീറ്റർ റീഡിംഗ്, ട്രജക്ടറി 1ലൂടെയുള്ള ഓഡോമീറ്റർ റീഡിംഗ് എന്താണ്, ട്രജക്ടറി 2ലൂടെയുള്ള ഓഡോമീറ്റർ റീഡിംഗ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഇത് എഗ്രി ചെയ്യും. അപ്പൊ ഇങ്ങനെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കണമെന്നില്ല, നമുക്ക് വേറെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. ഇങ്ങനെ X', Y' എന്നുള്ള വേറെ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം.
അപ്പൊ ഈ ഇവന്റ്സിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒക്കെ എന്താണെന്നുള്ള കാര്യത്തിൽ ഇവരെല്ലാം ഡിസ്അഗ്രി ചെയ്യും. പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും എഗ്രി ചെയ്യും. ഓക്കെ, 1ഉം 2ഉം ആൾക്കാർ എത്ര ഡിസ്റ്റൻസ് ആണ് ഈ വഴി കൂടെ ട്രാവൽ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. കോർഡിനേറ്റ് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ വെക്കുന്ന കാര്യങ്ങളാണ്. ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയാൻ നമുക്ക് ഓഡോമീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് കോർഡിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ സ്പേസ് ടൈം കോർഡിനേറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ചോയ്സ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. എല്ലാവരും ഈ കോർഡിനേറ്റ് സിസ്റ്റം തന്നെ ആയിരിക്കില്ല. ഡിഫറെന്റ് ഒബ്സർവേഴ്സും ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. പക്ഷെ എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഉള്ള ആൾക്കാർ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോപ്പർ ടൈം എന്താണ്. ഒരു വഴി കൂടെ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ ട്രജക്ടറി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്നുള്ളത്. ഇനി ഇതിപ്പോ ആക്ച്വലി നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇയാൾ ഇവിടെ എത്തുമ്പോൾ ഓക്കെ ഈ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഈ വഴി കൂടെ കടന്നുപോയ പ്രോപ്പർ ടൈം എന്താണ്, ഈ ട്രജക്ടറിയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒബ്സർവർക്ക് ക്ലോക്ക് മാത്രം നോക്കിയാൽ മതി. കാരണം ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്പേസിൽ മൂവ് ചെയ്യുന്നില്ല. ഇയാളെ അപേക്ഷിച്ചുള്ള ക്ലോക്ക് മാത്രം നോക്കിയാൽ മതി. 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 11 മണിക്ക് എത്തി, അപ്പോൾ 1 മണിക്കൂർ, അതാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രോപ്പർ ടൈം ഈ ബ്ലൂ ഒബ്സർവറിനും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വഴി കൂടെയുള്ള പ്രോപ്പർ ടൈം ബ്ലൂ ഒബ്സർവറിനും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഇയാൾ എന്ത് ചെയ്യണം, നമ്മുടെ നേരത്തെയുള്ള മിങ്കോസ്കി തിയറി ഉപയോഗിക്കണം. അതായത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടി ആണ്. അപ്പൊ ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇയാൾ ഈ ഗ്രീൻ ഷർട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർ ടൈം മെഷർ ചെയ്യാൻ സ്വന്തം ക്ലോക്ക് നോക്കിയാൽ മതി. അതേസമയം ഈ ബ്ലൂ ഷർട്ടുകാരൻ ഈ വഴി കൂടെയുള്ള പ്രോപ്പർ ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഫോമിൽ ഉപയോഗിക്കണം. പക്ഷെ കിട്ടുന്ന റിസൾട്ട് ഓക്കെ അല്ലേ? നമ്മൾ ട്വിൻ പാരഡോക്സ് വരെ കവർ ചെയ്ത് കഴിഞ്ഞു. സ്പേസും അല്ല, ഈ ഇന്റർസ്റ്റെല്ലാറും ഈ പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിന്റെ വ്യത്യാസത്തിലേക്ക് വരാം. അതിന്റെ വ്യത്യാസം ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മള് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്ത കാര്യം ഗ്രാവിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. അല്ല, അതിന്റെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള തിയറിയാണ്, ഐൻസ്റ്റൈന്റെ തിയറിയാണ്. അപ്പൊ ആ തിയറി പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ ജോമെട്രി ഉണ്ടല്ലോ, നമ്മൾ ഈ എഴുതിയ ജോമെട്രി ഉണ്ടല്ലോ, ടി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ സി സ്ക്വയർ, ഇതല്ല സ്പേസ് ടൈമിന്റെ ആക്ച്വൽ ജോമെട്രി എന്നുള്ളതാണ്. ഗ്രാവിറ്റി ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ഗ്രാവിറ്റിയുടെ എഫക്റ്റ് നെഗ്ലിജിബിൾ ആകുമ്പോഴുള്ള ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്. ഓക്കെ, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നത് ഗ്രാവിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ, മാസീവ് ആയിട്ടുള്ള എനർജി ഉള്ള ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള ജോമെട്രി ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. അതായത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ജോമെട്രി ഓഫ് സ്പേസ് ടൈം ആണ്. ഇതാണ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പം ഒരു ഫ്ലാറ്റ് സ്പേസിൽ ഞാനെപ്പോഴും കാണുന്ന ഒരു അനാലജി ഉണ്ട്, ഒരു പരന്ന ബെഡ്ഷീറ്റിൽ ഒരു കല്ലിടുമ്പം ബെഡ്ഷീറ്റ് വളയുന്നത്. അതെ, ഏകദേശം അതേപോലെയാണ്. ഇപ്പൊ ഒരു ഹൈ ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ ആ സ്പേസ് ടൈം, അതായത് ബെഡ്ഷീറ്റ് ആണ് നമ്മൾ സ്പേസ് ടൈം ആയിട്ട് കാണുന്നെങ്കിൽ അതിലൊരു നല്ല കനവുള്ള സാധനം ഇടുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈം വലിയും. അതെ, അത് തന്നെയാണ്. അപ്പൊ അതില് ബെഡ്ഷീറ്റിന്റെ കാര്യത്തില് ഇത് വളയുന്നത് ഗ്രാവിറ്റി കാരണമാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിക്കായിരുന്നു. അനാലജി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പരിമിതി ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ബെഡ്ഷീറ്റ് വളയുന്നത് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ലെങ്കിൽ ഈ അനാലജി ഓക്കെയാണ്, ഇതേ ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഗ്രാവിറ്റി പറയുന്നത് സ്പേസ് ടൈമിന്റെ ജോമെട്രി എന്ന് പറയുന്നത് മിങ്കോസ്കി ജോമെട്രി ആണെന്ന് പറയുന്നത്, ഇതിനാണ് മിങ്കോസ്കി ജോമെട്രി എന്ന് പറയുന്നത് അല്ലേ? ഇതൊരു അപ്രോക്സിമേഷൻ ആണ്. ഓക്കെ, ആക്ച്വൽ ജോമെട്രി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ, ഇതാണ് ഐൻസ്റ്റൈൻ്റെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഫേമസ് ആയിരിക്കില്ല, ഏറ്റവും ഫേമസ് ആയിരിക്കും, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ ഇത് ഒരു പോയിന്റിലുള്ള മാറ്റർ എനർജി കണ്ടന്റ്, അതാണ് ഈ ഒരു ഒബ്ജക്റ്റിലുള്ള, ഈ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റിലുള്ള എത്ര മാറ്റർ എനർജി പ്രഷർ ഇതൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ജോമെട്രി കിട്ടും. ഓക്കെ,
ഗ്രാവിറ്റേറ്റിംഗ് ബോഡീസ് ഒന്നും ഓക്കെ. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിങ്കോസ്കി ജോമെട്രി കിട്ടും. പക്ഷെ അല്ലെങ്കിൽ നമുക്ക് മിങ്കോസ്കി ജോമെട്രി ആയിരിക്കില്ല. കറക്റ്റ് ആയിട്ടുള്ള ജോമെട്രി കണ്ടുപിടിക്കാൻ ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കോൺസിക്വൻസസ് നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്ട്സിന്റെ അടുത്ത് ഈ സ്പേസ് ടൈമിന്റെ ജോമെട്രി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേറ്റിംഗ് ഒബ്ജക്ട്സിന്റെ അടുത്ത് ടൈം സ്ലോ ആകും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എഫക്റ്റ് ആണ് ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ കാണിക്കുന്നത്. അതെ, അപ്പം ടൈമിന് എഫക്റ്റ് ആകുന്ന ഒന്നിക്കിൽ ഞാൻ സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രാവിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോകണം. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് പോയാലും എന്റെ ട്വിൻസ് ഉണ്ട്, എന്റെ ഒരു ട്വിന് നാട്ടിലുണ്ട്. ഞാൻ ഒന്നിക്കിൽ ജെറ്റിൽ പോയി അല്ലെങ്കിൽ ഒരു ഹൈ ഗ്രാവിറ്റി പ്ലാനറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വയസ്സ് കുറവായിരിക്കും. അതെ അതെ. ഇന്റർസ്റ്റെല്ലാറിൽ കാണിക്കുന്ന കുറെ ഡ്രമാറ്റിക് ആയിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ഡ്രമാറ്റിക് ആയിട്ടുള്ള ടൈം ഡൈലേഷൻ എഫക്ട് ഉണ്ടാവണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വേണം. അതായത് ആ സിനിമയിൽ കാണിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് പ്രോട്ടഗോണിസ്റ്റിനെ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കൊക്കെ വിടുന്നത്. അതെ അതെ. അത്ര എക്സ്ട്രീം ആണെങ്കിൽ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡിഫറൻസ് കാണണമെങ്കിൽ ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണ്. അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്കൊക്കെ പ്രോട്ടഗോണിസ്റ്റിനെ വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ മകൾ മരണക്കിടക്കയിലാണ് പ്രായമായിട്ട്. അച്ഛന്റെ പ്രായം 5 വർഷം മറ്റോ 5 വയസ്സ് മറ്റോ കൂടിയിട്ടുള്ള ആള് മാറ്റമൊന്നുമില്ല. അങ്ങനെയാണല്ലോ. അതെ അതെ. ഓക്കെ, അപ്പൊ ഇന്റർസ്റ്റെല്ലാറിലെ സയൻസില് ശരിക്കും ലോകം അങ്ങനെയാണ്. ഇന്റർസ്റ്റെല്ലാർ പോലെയാണ് ലോകം കുറെയൊക്കെ. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ലോകത്തിനെ കാണുന്നത് അപ്പൊ ഒരു 4D സ്പേസ് ടൈം പോലെയാണ് അല്ലേ? ഓക്കെ, അപ്പം ഇതിന്റെ ഒരു കോൺസിക്വൻസ് പറഞ്ഞാൽ ഈ നൗ എന്ന് പറഞ്ഞ ഒരു സാധനം ലോകത്തില്ല. ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ശരിയാണ്. അതെ, എന്നാ ഒന്ന് പറയാം. അത് നമ്മൾ ഇവിടെ നോക്കണം മനസ്സിലായി. ഇതിപ്പോ നമ്മളിപ്പോ വേണമെങ്കിൽ ന്യൂട്ടനും ഐസക് ന്യൂട്ടനും വേണമെങ്കിൽ സ്പേസ് ടൈം എന്നുള്ള ഐഡിയ കണ്ടുപിടിക്കാമായിരുന്നു. അത് കുഴപ്പമൊന്നുമില്ല. 4 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഇവിടെ ഈ ആക്സിസിൽ ടൈം ആണുള്ളത്, ഈ ആക്സിസിൽ സ്പേസ് ആണ്. ഈ 2 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൈമിൾട്ടേനിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ പ്ലെയിനിൽ നടക്കുന്ന ഇവന്റ്സ് എല്ലാം സൈമിൾട്ടേനിയസ് ആണ്. ഈ പ്ലെയിനിൽ നടക്കുന്ന ഇവന്റ്സ് എല്ലാം തന്നെ സൈമിൾട്ടേനിയസ് ആണ്. ഇത് 10 മണിക്ക് ഇവിടെ ഒരു ഇവന്റ് ഉണ്ട്, ഇത് 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്, ഇതും 10 മണിക്ക്. അങ്ങനെ ഒരേ സമയത്ത് നടക്കുന്ന ഇവന്റുകളുടെ ഒരേ സമയത്തുള്ള ഇവന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത്. അല്ലെ, ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലേക്ക് വരുമ്പോൾ ഈ സൈമിൾട്ടേനിറ്റി എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് 2 ഇവന്റ്സ് സൈമിൾട്ടേനിയസ് ആണെന്ന് ഒരു ഒബ്സർവർ പറയുമ്പോൾ വേറെ ഒബ്സർവർ പറയും അത് സൈമിൾട്ടേനിയസ് അല്ല എന്ന്. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ട് ഒരു തോട്ട് എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്ത് നോക്കാം അല്ലേ? അതിതാണ് ട്രെയിൻ വി എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യാണ്. ഇതിന്റെ എക്സാക്ട്ലി നടുക്ക് ഒരു ലൈറ്റ് ബൾബ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഒബ്സർവർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്നത് എല്ലാ ഒബ്സർവറും. ട്രെയിനിന്റെ ഉള്ളിൽ ഒരു ഒബ്സർവർ ഉണ്ട്, പുറത്തൊരു ഒബ്സർവർ ഉണ്ട്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് പറയുന്ന എല്ലാ ഒബ്സർവറിനും ലൈറ്റിന്റെ സ്പീഡ് സെയിം ആണെന്നുള്ളതാണ് അല്ലേ? അപ്പൊ ട്രെയിനിന്റെ ഉള്ളിലുള്ള ആൾ നോക്കുമ്പോൾ ഇയാൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. ട്രെയിനിന്റെ ഉള്ളിലുള്ള ആൾ സ്വിച്ച് ഓൺ ആക്കുകയാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ലൈറ്റ് സി എന്നുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ലൈറ്റ് ഈ 2 എൻഡ്സിൽ എത്തുന്ന ഒരേ സമയത്താണ്. ബാക്ക് ഫ്രണ്ട് എൻഡിൽ എത്തുന്ന ഒരേ സമയത്താണ്. സൈമിൾട്ടേനിയസ് ആണ് അല്ലേ? അതേസമയം നമ്മൾ പുറത്തുള്ള ആളുടെ വ്യൂ പോയിന്റ് നോക്കുക. പുറത്തുള്ള ആൾ നോക്കുമ്പോൾ എഗെയിൻ ഇവിടെ ഒരു ലൈറ്റ് ബൾബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രെയിനിന് വി എന്നുള്ള സ്പീഡ് ഉണ്ട്, ലൈറ്റ് സി എന്നുള്ള സ്പീഡ് മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത്. പുറമേ നിന്നുള്ള ആൾ നോക്കുമ്പോൾ ഈ ലൈറ്റ് ബീം ഈ ഫ്രണ്ട് ഭാഗം ലൈറ്റ് ബീമിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്പീഡ് സി തന്നെയാണ്, അതിന് മാറ്റില്ല. ഇത് പുറമേ നിന്നുള്ള ആളുടെ വ്യൂ പോയിന്റ് ആണ്. അപ്പൊ ഈ ലൈറ്റ് ബീം ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും ഈ ട്രെയിൻ കൂടുതൽ ഈ ഫ്രണ്ട് കുറെ ഭാഗം മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അതേസമയം ഈ പുറകോട്ട് പോകുന്ന ലൈറ്റ് ബീം നോക്കുകയാണെങ്കിൽ ഈ ട്രെയിനിന്റെ ബാക്ക് ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ ബാക്ക് ലൈറ്റ് ബീമിനോട് അടുത്ത് വരുന്നുണ്ട് അല്ലെ? അതായത് പുറമേ നിന്നുള്ള ആൾ നോക്കുമ്പോൾ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഫ്രണ്ടിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ബാക്കിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ്. പിന്നെ ലൈറ്റിന്റെ സ്പീഡിന് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറമേ നിന്നുള്ള ആൾ കാണുക
ഈ ലൈറ്റ് ആദ്യം ബാക്കിലെത്തും, അത് കഴിഞ്ഞ് ഫ്രണ്ടിലെത്തും എന്നുള്ളതാണ്. അപ്പൊ സൈമിൾട്ടേനിയസ്, അതായത് ട്രെയിനിലുള്ള ആളെ അപേക്ഷിച്ച് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള 2 ഇവന്റ്സ്, ഒരേ സമയത്തുള്ള 2 ഇവന്റ്സ് എന്ന് പറയുന്നത് പുറമേ ഉള്ള ആളെ അപേക്ഷിച്ച് ഒരേ സമയത്തല്ല. അത് സൈമിൾട്ടേനിറ്റി റിലേറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പൊ പ്രസന്റ് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ കളക്ഷൻ ആണെങ്കിൽ, ട്രെയിനിലുള്ള ആള് പ്രസന്റ് എന്ന് പറയുന്ന ഇവന്റ്സിനെ അല്ല പുറമേ ഉള്ള ആള് പ്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഇരിക്കാണ്, എന്റെ മുമ്പിൽ ഒരു പട്ടി കുറച്ചു, സൈഡിൽ ഒരു പ്ലേറ്റ് വീണ് പൊട്ടി. എനിക്ക് ചിലപ്പം അത് ഒരേ സമയത്ത് നടന്നു എന്നാണ് തോന്നാം. പക്ഷെങ്കിൽ ഒരു വളരെ അതാണ് അതെ. അപ്പൊ എന്റെ പ്രസന്റ് മൂമെന്റിൽ ഈ പട്ടി കുരക്കുന്നതും പ്ലേറ്റ് വീണ് പൊട്ടുന്നത് രണ്ടും ഉണ്ട്. പക്ഷെങ്കിൽ വേറൊരു ഹൈ സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പം പട്ടി കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ് പൊട്ടിയത് എന്ന് തോന്നാം. അയാൾ അങ്ങനെയാണ് മെഷർ ചെയ്യുക ഒരേ സമയത്ത്. അതെ, അങ്ങനെ. അതെ, അയാൾ മെഷർ ചെയ്യുന്നത്, അയാളെ സംബന്ധിച്ചിടത്തോളം പട്ടി ആദ്യം കുരച്ചു, എന്നിട്ട് പ്ലേറ്റ് പൊട്ടി, എന്നിട്ട് ഞാനത് കണ്ടു. അങ്ങനെയായിരിക്കും. പക്ഷെ വേറൊരു ഡയറക്ഷനിലേക്ക് പോകുന്ന ഒരാൾക്ക് ചിലപ്പം ആദ്യം പ്ലേറ്റ് പൊട്ടി, പിന്നെ പട്ടി കുരച്ചു, അങ്ങനെ ആയിരിക്കുന്നു. ആ ഓർഡറിലാണ് സംഭവങ്ങൾ നടന്നതെന്ന് തോന്നുക. എക്സാക്ട്ലി അത് തന്നെ. ഓക്കെ. അപ്പം സമയം വളരെ എന്താ പറയാ, പോകുന്ന സ്പീഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഓർഡറിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ആ മെഷർ ചെയ്യുമ്പോ അങ്ങനെ തോന്നാൻ തുടങ്ങി. അതെ. ഓക്കെ. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. നൗ എന്നുള്ളൊരു സാധനം ഇല്ല. ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റംസിൽ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സ് ഡിഫറെന്റ് ആയിരിക്കുന്നുള്ളതാണ്, അല്ലെങ്കിൽ സൈമിൾട്ടേനിറ്റി റിലേറ്റീവ് ആണെന്നുള്ളതാണ്. അതെ, അപ്പൊ എല്ലാവർക്കും ഒരേ ഓർഡറിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മളെല്ലാരും തൽക്കാലം ഈ എർത്തിൽ എല്ലാവരും ഒരേ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലും ഏകദേശം ഒരേ സ്പീഡിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരേ ഓർഡറിലാണ്. അതായത് പ്ലേറ്റ് പൊട്ടി, അത് കഴിഞ്ഞിട്ട് പട്ടി കുരച്ചു എന്നൊക്കെ തോന്നുന്നത് നമ്മളെല്ലാരും ഒരേ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഉള്ളതുകൊണ്ടാണ്. വളരെ ലൈറ്റ് സ്പീഡിൽ പോകുന്ന ഒരാൾക്ക് ചിലപ്പം പട്ടി കുറച്ചതിന് ശേഷമായിരിക്കും പ്ലേറ്റ് പൊട്ടുക. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലാക്കാനാണ് എന്താ പറയുക, ഒരു ബ്ലോക്ക് ആയിട്ട് കാണുന്നത് നമ്മൾ യൂണിവേഴ്സിനെ, ഒരു സ്പേസ് ടൈം ബ്ലോക്ക് എന്നുള്ള രീതിയിൽ കാണുന്നു. അതിൽ ഓരോ ആൾക്കും ഓരോ നൗ മൊമെന്റ്സ് ഉണ്ട്. ആ സ്ലൈഡ് ഉണ്ടോ? അങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടോ? ഇല്ല, പക്ഷെ ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് ക്ലിയർ ആക്കാം. അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ സ്പേസ് ടൈം അല്ലെങ്കിൽ സ്പേസ് ടൈമിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് കോൺ എന്ന് പറയുന്ന സാധനമാണ്. ലൈറ്റ് കോൺ. ഓക്കെ, അതായത് ഒരു ഇവന്റ് ആണ്. അപ്പൊ ഈ ഇവന്റിൽ നിന്ന് പുറപ്പെടുന്ന ലൈറ്റ് റേസ് ആണ്. ഇപ്പൊ രണ്ടാമത്തെ പോസ്റ്റുലേറ്റിന്റെ വേറൊരു കോൺസിക്വൻസ് ആണ് ലൈറ്റിന്റെ സ്പീഡിനെ നമുക്ക് മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. ലൈറ്റിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ ട്രാവൽ ചെയ്ത് ലൈറ്റിന്റെ സ്പീഡിനെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം നമ്മൾ എത്ര സ്പീഡിൽ പോയാലും ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ സി തന്നെയാണ് മെഷർ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ലൈറ്റിന്റെ സ്പീഡിനോട് അപ്രോച്ച് ചെയ്താലും നമ്മൾ മെഷർ ചെയ്യേണ്ടത് ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അതിനെ മറികടക്കാൻ കഴിയില്ല. അതായത് നമ്മുടെ നേച്ചറിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ സ്പേസ് ടൈമിൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഈ സ്പീഡ് ലിമിറ്റ്, ഒരു മാക്സിമം സ്പീഡ് ഉണ്ട്. ഈ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ലൈറ്റ് റേസ് എടുക്കുക. ഇത് ആണ് ലൈറ്റ് കോണിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഈ പോയിന്റിലേക്ക് വരുന്ന ലൈറ്റ് ബീംസ് എടുക്കുക. ഇത് ലൈറ്റിന്റെ വേൾഡ് ലൈൻ ആണിത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പാസ്റ്റ് ലൈറ്റ് കോൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവന്റ് എക്സ് ഉണ്ട്, അതിന്റെ പാസ്റ്റ് ഉണ്ട്. ഈ പാസ്റ്റ് അബ്സല്യൂട്ട് ആണ്. ഓക്കെ, ഇതിനെ അബ്സല്യൂട്ട് പാസ്റ്റ് എന്ന് പറയും. ഇതിന്റെ ഉള്ളിലുള്ള ഭാഗത്തിന് ഇതിനെ അബ്സല്യൂട്ട് ഫ്യൂച്ചർ എന്ന് പറയും. കാരണം ലൈറ്റിന്റെ സ്പീഡ് എല്ലാ ഒബ്സർവേഴ്സിന് സെയിം ആണല്ലോ. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ഇവന്റ്സ് ആണെങ്കിൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യും ഈ ഇവന്റ് കഴിഞ്ഞിട്ടാണ് ഈ ഇവന്റുകളെല്ലാം സംഭവിച്ചത്. അതുപോലെ ഇതിന്റെ ഉള്ളിലുള്ള ഇവന്റ്സ് എല്ലാം എടുക്കുകയാണെങ്കിൽ എല്ലാ ഒബ്സർവേഴ്സും എഗ്രി ചെയ്യും ഈ എക്സ് ഇവന്റിന് മുൻപാണ് ഈ ഇവന്റുകളെല്ലാം നടന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇങ്ങനെ നമ്മളൊരു ഇവന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഇവന്റിന്റെ കാര്യത്തിൽ ചിലർ പറയും ഇത് സൈമിൾട്ടേനിയസ് ആണ്, വേറെ ആൾക്കാർ ഇത് കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്, വേറെ ആൾക്കാർ ഇത് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറയും. അതായത് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ച് നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് പറയാൻ കഴിയും ഒരു സെൻസിൽ. ഓക്കെ, പക്ഷെ അബ്സല്യൂട്ട് അല്ലാത്ത ഫ്യൂച്ചർ ഉണ്ട്. ഈ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ എക്സിന്റെ
ഫ്യൂച്ചർ ആണെന്ന് പറയുന്ന ഒബ്സർവർ ഉണ്ടാവും, എക്സിന്റെ പാസ്റ്റ് ആണെന്ന് പറയുന്ന ഉം. ഒബ്സർവർ ഉണ്ടാവും, എക്സുമായിട്ട് സൈമിൾട്ടേനിയസ് ആണെന്ന് പറയുന്ന ഒബ്സർവർ ഉണ്ടാവും. ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് ഓക്കെ കോണിൽ അപ്പം അപ്പം പക്ഷെ ഇതിന്റെ എന്താ പറയാ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര വിയേർഡ് ആൻഡ് കാരണം എനിക്ക് പാസ്റ്റ് ആണെന്ന് എന്റെ പാസ്റ്റിലാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അത് ഫ്യൂച്ചറിലാണെന്ന് തോന്നാം, അവരുടെ ഫ്യൂച്ചറിലാണെന്ന്. അതെ, ഇവിടെ നടക്കുന്ന ഈ ലൈറ്റ് കോണിന്റെ അതെ പുറത്തുള്ള ഇവന്റ്സ് ആണെങ്കിൽ അതെ അപ്പം ആ. ഈ നേരത്തെ ആ പട്ടി ഒരുക്കുന്ന എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഉം. ചിലപ്പം പട്ടി ഒരു 5 മിനിറ്റ് മുമ്പാണ് കുരച്ചത്, എന്റെ അതെ. പാസ്റ്റിലാണ് ആ പട്ടിന്റെ കൊര. പക്ഷെങ്കിൽ ഉം. വേറൊരാൾക്ക് തോന്നുന്നത് ഈ പട്ടി ഇനി ഫ്യൂച്ചറിലാണ് കുരക്കാൻ പോകുന്നത് എന്ന്. അതെ അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് വ്യത്യാസം ഉള്ളത് കൊണ്ട്. അപ്പൊ ഈ അതെ അതെ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ അങ്ങോട്ട് അലിഞ്ഞു പോകാൻ തുടങ്ങുന്നുണ്ട്. കുറെയൊക്കെ മെൽറ്റ് അവേ ചെയ്യുന്നുണ്ട്. ഒരു സെൻസിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, കാരണം ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാം എക്സിന്റെ പാസ്റ്റ് ആണെന്നുള്ള എല്ലാവരും എഗ്രി ചെയ്യും. അതെ, ആ ഇതിന്റെ ലൈറ്റ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അകത്തുള്ള ആൾക്കാരൊക്കെ അഗ്രിമെന്റിലാണ്. അതെ അതെ പക്ഷേ അതെ, പക്ഷെ അബ്സല്യൂട്ട് ലൈറ്റ് കൊണ്ട് പ്രസന്റ് പുറത്തും പറയുന്ന ആൾക്കാരുണ്ട്. സാധനമില്ല. അതെ, ആ അബ്സല്യൂട്ട് അതെ പാസ്റ്റ് ഉണ്ട്, അപ്പം അബ്സല്യൂട്ട് ഈ ഫ്യൂച്ചർ ലൈറ്റ് ഉണ്ട്, പ്രസന്റ് പറയുന്ന സാധനമില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കെ തന്നെ പ്രസന്റിസം എന്നുള്ള ആബ്സൊല്യൂട്ട് കോൺസെപ്റ്റ് അപ്പൊ ഈ പ്രസന്റ് എന്നുള്ള ഒരു മൊമെന്റ്, സ്പെഷ്യൽ മൊമെന്റ് ഈ ലോകത്തില്ല. പ്രസന്റ് ഇല്ല. ഓരോ ആൾക്കാരും അവരവരുടെ സ്പീഡും ഗ്രാവിറ്റിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവർക്കൊരു പ്രസന്റ് ഉണ്ട്. അതെ അതെ, അതെ അപ്പൊ ആ പ്രസന്റ് ചിലപ്പോ എന്റെ ഫ്യൂച്ചർ ആയിരിക്കാം. അതെ അപ്പൊ എനിക്ക് അബ്സല്യൂട്ട് പ്രസന്റ് ഫ്യൂച്ചറിലാണെന്ന് തോന്നുന്ന ഇവന്റ്സ് ആയിരിക്കാം ചിലപ്പം അവരുടെ പ്രസന്റിൽ ഉള്ളത്. അതെ അതെ അപ്പൊ അതുകൊണ്ട് പ്രസന്റ് മാത്രമാണ് റിയൽ റേറ്റ് എന്നുള്ള ഒരു ചെയ്യും. ഫിലോസോഫിക്കൽ വ്യൂ പോയിന്റ് ഇതുമായിട്ട് അത്ര ചേർന്ന് പോകുന്നില്ല, ബുദ്ധിമുട്ടാണ് ഇതുമായിട്ട് കൺസിസ്റ്റന്റ് ആക്കാൻ. അതെ അതെ കാരണം അതെ കാരണം അപ്പൊ ഇത് ശരിയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി ഉറപ്പാണ് എന്റെ പാസ്റ്റ്, എനിക്ക് ഓൾറെഡി പാസ്റ്റില് നടന്നു കഴിഞ്ഞു എന്ന് തോന്നുന്ന ഐറ്റംസ് ചില ആൾക്കാർക്ക് ഇപ്പൊ നടന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ആ നൗ എന്ന് അതെ പറഞ്ഞൊരു സാധനം ഓൾറെഡി പോയി, ഈ ലോകത്തൊരു നൗ ഇല്ല, എന്റെ പാസ്റ്റ് ഇല്ല. ആണ് വേറൊരാളുടെ ഇപ്പത്തെ നൗ. അതെ അതെ എക്സാക്ട്ലി അതാണ്. അതെ, അപ്പൊ ഇതൊക്കെ നമ്മള് ഇൻക്ലൂഡ് ചെയ്തപ്പോ ഒരു വ്യൂ നമ്മള് എന്താ പറയുക യൂണിവേഴ്സിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ആയിട്ട്. യൂണിവേഴ്സ് പിക്ചർ ആണ് കിട്ടുക, അതെ അതെ അല്ലേ? അപ്പൊ അതെ, അതിൽ ഓരോ ആൾക്കാർ തന്നെ ആവും, ഓരോ സ്ലൈസ് ടൈം സ്ലൈസ് പോലെ അതെ ആംഗിള് വ്യത്യാസം ഉണ്ടാവും. ഓരോ അധികം ഈ ടൈമിന്റെ വീഡിയോസിലെല്ലാം കാണുന്ന ഒരു അനാലജി ആൻഡ് ഇതാണ് ഒരു ബ്ലോക്ക് യൂണിവേഴ്സ്. അത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം അതെ ഇൻ സം സെൻസ് എക്സിസ്റ്റിംഗ് ആണ്. അത് നമ്മൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലെല്ലാം ഇടും, അത് ടൈമും ഉണ്ട് സ്പേസും ഉണ്ട്, യൂണിവേഴ്സിന്റെ ഫുൾ ഹിസ്റ്ററി ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇത് ഏത് ഒന്ന് മറ്റൊന്നിനേക്കാളും റിയൽ ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രസന്റ് ഒരു പോയിന്റ് ആയിരിക്കും, അതെ പക്ഷെ ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം സ്പേസ് ടൈമിൽ നോക്കുമ്പോൾ ഒരു ഇവന്റ് മാത്രമാണ്. ഇങ്ങനെ ഫുൾ യൂണിവേഴ്സിന്റെ ഹിസ്റ്ററി നമുക്ക് ഈ സ്പേസ് ടൈം ഡയഗ്രത്തിൽ ഇടാം. ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് അതെ ആയിരിക്കും, ചിലത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ആയിരിക്കും, ചിലത് ഒരാളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റും ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാറി വരാം. അപ്പോൾ റിയൽ അതെ ആയിട്ടുള്ളത് ഈ ഫുൾ ബ്ലോക്ക് ആണ്. അതെ ഇപ്പൊ അതെ അപ്പം ഈ ഒരു കൈൻഡ് ഓഫ് സ്റ്റാറ്റിക് ബ്ലോക്ക് ആണ്. അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇവന്റ്സ് എല്ലാം ഇങ്ങനെ എന്താ പറയുക ഒരു ബുക്ക് പോലെ, പേജ് അതെ നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പേജ് നമ്പർ അതെ 100 വരെ ഉണ്ട്. അതിലേക്കൂടി ഒരു സ്റ്റോറി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ പേജ് അതെ നമ്പർ 1ഉം റിയൽ ആണ്. ഞാനിപ്പം വായിച്ച് പേജ് നമ്പർ 10 ആണ് എത്തിയതെങ്കിൽ ഓക്കെ, അതാണ് എന്റെ നൗ. അത് അതെ കഴിഞ്ഞിട്ട് ഫ്യൂച്ചറും ഉണ്ട്. പക്ഷെ എല്ലാം അതെ ഇൻ സം സെൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ബുക്കിൽ എല്ലാ പേജും എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ. എല്ലാം റിയൽ ആണ്, എവറിത്തിങ് ഇസ് റിയൽ. നമ്മൾ എല്ലാം പാസ്റ്റും റിയൽ ആണ്. ഫ്യൂച്ചറും എല്ലാം റിയൽ ആണ്. ദീസ് ആർ ജസ്റ്റ് ഇവന്റ്സ് ഇൻ ദ എൻറ്റയർ സ്പേസ് ടൈം. അതെ അത്രേ ഉള്ളൂ. എല്ലാം റിയൽ ആണ്. ഒന്ന് മറ്റൊന്നിനേക്കാൾ റിയൽ ആണെന്ന് പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും റിലേറ്റിവിറ്റി തരുന്നില്ല. അതെ, ഈ നമുക്ക് എന്താ പറയാ ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. ഞാൻ ആ പേജ് മറച്ചു കഴിഞ്ഞാൽ ആ പേജ് ഇല്ലാണ്ടായി, പുതിയൊരു പേജ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ Right. പറയേണ്ട ആവശ്യമില്ല, കാരണം ബുക്ക് മൊത്തം ഉണ്ട്, ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് പേജുകൾ മറിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ആണ് വേണ്ടത്. അതെ അതെ അങ്ങനെ ഒരു വ്യൂവിലേക്കാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ള എക്സ്റ്റൻഷൻ വരുന്നത്. മറിച്ചും കൊണ്ടുവരാമായിരിക്കും, അതെ പക്ഷെ ഏറ്റവും നാച്ചുറൽ ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന് ഫോളോ ചെയ്യുന്ന വ്യൂ ഈ ബ്ലോക്ക് യൂണിവേഴ്സ് പെർസ്പെക്റ്റീവ് എന്നുള്ള വ്യൂ ആണ്. അതെ ഓക്കെ, അപ്പം ഇവിടെ അപ്പൊ ഒരു മിസ്റ്ററി നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ ടൈമിൽ നമ്മളെ ടൈം ഫിനിഷ് ആവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ടൈമിന്റെ എന്താ പറയാ
പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതിനെല്ലാം ഒരു എന്താ പറയുക ഈക്വൽ റിയാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണ്ട്. പക്ഷെ ഇതല്ലാത്തൊരു ഫീച്ചറും കൂടി ഉണ്ട് ടൈമിന്. അതായത് നമ്മൾ പേജ് മറിക്കുന്നുണ്ട്. നമ്മൾ പേജ് നമ്പർ 1 തൊട്ട് 100ലേക്കാണ് മറിക്കുന്നത്. പക്ഷെ നമ്മൾ ലോകം പോകുന്നതും ഏകദേശം അതേപോലെയാണ്. പാസ്റ്റിന് പ്രസന്റ്, പ്രസന്റ് ഫ്യൂച്ചർ, അങ്ങനെയാണ് നമ്മളെ ലോകവും പോകുന്നത്. പേജ് നമ്പർ 1 മുതൽ 100 വരെ മറിയാണ് നമ്മൾ. പക്ഷെങ്കിൽ ഇതേ ബുക്ക് വേണമെങ്കിൽ പേജ് നമ്പർ 100 ബാക്കോട്ടേക്കും മറിയാം. വേണമെങ്കിൽ റിവേഴ്സിലും നമുക്ക് മറിക്കാമായിരുന്നു. ബുക്കാണല്ലോ, ബുക്ക് എങ്ങനെ വേണമെങ്കിലും മറിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ അല്ല കാണുന്നത്. നമ്മളെ ലോകം പേജ് നമ്പർ 1 to 100 ആണ് പോകുന്നത്. ഇതൊരു ആഡഡ് മിസ്റ്ററിയാണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞായിട്ട് ബന്ധപ്പെട്ട ഒരു മിസ്റ്ററി അല്ല, ഇതൊരു എക്സ്ട്രാ ഒരു മിസ്റ്ററിയാണ്. പേജിന്റെ മറിയുന്നത്. അതെ, പേജ് മറിയുന്നത്. നമ്മൾ പേജസ് ഉണ്ട് എന്നുള്ള കാര്യം അഗ്രിമെന്റിലെത്തി. പക്ഷെ ഈ പേജസ് മറിയുന്ന ഈ ഓർഡർ, ഇതൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന് റിലേറ്റിവിറ്റി ആൻസർ ചെയ്യാത്തല്ല, റിലേറ്റിവിറ്റി ആസ്വദിച്ച് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നില്ല. സ്പേസ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്റേതായിട്ട് കണക്കാക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് പാസ്റ്റ് കഴിഞ്ഞ് ഫ്യൂച്ചർ വരുന്നു, അല്ലെ പാസ്റ്റ് കഴിഞ്ഞ് പ്രസന്റ് വരുന്നു, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ വരുന്നു എന്നുള്ള ചോദ്യത്തിന് റിലേറ്റിവിറ്റി ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ്. റിലേറ്റിവിറ്റി അല്ല, ഫണ്ടമെന്റൽ തിയറീസ് ഒന്നും തന്നെ ആക്ച്വലി പറയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് പിന്നൊരു വീഡിയോത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പൊ ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു 2 hours ആയി. കാണുന്ന ആൾക്കാരും അത്യാവശ്യം കിളി പോയിട്ടിരിക്കുകയായിരിക്കും ഇത്രയും കാണുമ്പോ തന്നെ. നമുക്ക് അപ്പൊ നമുക്ക് ആ ചോദ്യം വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലെ? ചോദ്യം മാത്രം പറഞ്ഞിട്ട്. അതെ, ചോദ്യം മാത്രം. അപ്പൊ നമുക്ക് ചോദ്യം. അപ്പൊ ഈ ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കുള്ള ഇൻറ്റ്യൂഷൻ ഫ്ലോ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിൽ ടൈം ഫ്ലോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഡ്സ് കാണാം. ഓക്കെ, അപ്പൊ ഇത് നെറ്റിൽ നിന്ന് എടുത്ത റാൻഡം ആയിട്ടുള്ള കോട്ടാണ്. ടൈം ഫ്ലോസ് അവേ ലൈക്ക് ദ വാട്ടർ ഇൻ ദ റിവർ. കൺഫ്യൂഷ്യസിന്റെ പേരിലാണ് ഞാൻ ഈ കോട്ട് കണ്ടത്. ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് എടുത്താണ്. പക്ഷെ ശരിയാണെന്ന് എനിക്കറിയില്ല, ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, സമയത്തിനൊരു ഒഴുക്കുണ്ട് എന്നുള്ളത്. പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ഒഴുക്കുണ്ട് എന്നുള്ളത്. ഈ ഫീലിംഗ് എവിടെ നിന്ന് വരുന്നതാണ്. നമ്മൾ സ്പേസിനെ കുറിച്ച് ഇങ്ങനെ പറയാം. നമ്മളിപ്പോൾ സ്പേസിനെയും ടൈമിനെയും കമ്പൈൻ ചെയ്ത് സ്പേസ് ടൈം ആക്കി. സ്പേസിനെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു ഒഴുക്കിനെ കുറിച്ച്, ഒരു ഡയറക്ഷനാലിറ്റിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഒരു പ്രിഫേർഡ് ഡയറക്ഷനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ ടൈമിന്റെ പോക്ക്, ടൈമിന് ഒരു പ്രിഫേർഡ് ഡയറക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ എക്സ്പീരിയൻസിൽ ഡീപ്പായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമുക്കിനി ആൻസർ ചെയ്യേണ്ട ചോദ്യം. ഏറെക്കുറെ അതിന്റെ ആൻസർ നമുക്കറിയാം. അതൊരു പക്ഷെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലെ? അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. അതിന് പ്രത്യേക സമയം. അതൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കോൺസെപ്റ്റും ടോപ്പിക്കും ആണല്ലോ. അപ്പൊ ആൾക്കാർ ഇതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടും വരട്ടെ. അതാണ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എല്ലാം ഇൻ സം സെൻസ് റിയൽ ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി പാസ്റ്റിന്ന് പ്രസന്റിന്ന് ഫ്യൂച്ചറിലേക്കാണ് ടൈമിന്റെ ഒഴുക്ക്. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പം ഫീലിംഗ് ടൈമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത്. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ക്വസ്റ്റ്യൻ അല്ലെ? എന്തുകൊണ്ടാണ് ഒരു ഒഴുക്കുള്ളത് ടൈമിന്? അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം റിലേറ്റിവിറ്റിയിൽ എവിടെ അങ്ങനെ പറയുന്നില്ല, ഒരു കോർഡിനേറ്റ് ആണെന്നാണ് പറയുന്നത്. അതിലെവിടെ ഇങ്ങനെ ഒഴുക്കിനെ കുറിച്ച് പറയുന്നില്ല. ബട്ട് വൈ ഡു വി ഫീൽ ദാറ്റ് ദെയർ ഈസ് എ ഫ്ലോ ഓഫ് ടൈം എന്നുള്ളതാണ്. കാരണം സ്പേസിന് ഒരു ഒഴുക്കൊന്നുമില്ല. കാരണം കോഴിക്കോട് നിന്ന് കണ്ണൂരും കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് എല്ലാം ഒരേപോലെയാണ്. ടൈമിന് മാത്രമേ നമ്മൾ ഈ ഒഴുക്ക് കാണുന്നുള്ളൂ. അതെ, നമ്മൾ പറയുന്നില്ല സ്പേസ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കാണ് സ്പേസ് പോകുന്നത് നമ്മൾ പറയുന്നില്ല. നമ്മൾ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കാണ് ടൈം പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തോ ഒരു ഈ സ്പേസും ടൈമും ഒരേപോലെ ആണെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ഈ ഒരു സെൻസിൽ എന്തോ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പേസ് ടൈം കുറച്ച് സ്പെഷ്യൽ തന്നെയാണ്. അതായത് ടൈമിന് ഒരു ആരോ ഓഫ് ടൈം ഉണ്ട്. ആരോ ഓഫ് ടൈം എന്നുള്ള വാക്ക് ഉപയോഗിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നു, വേർ ഡസ് ദിസ് ആരോ ഓഫ് ടൈം കം ഫ്രം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ടൈമിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല തിയറിയിൽ ഈ ആരോ ഓഫ് ടൈമിനെ കുറിച്ചൊന്നും പറയാത്തത്? അത് പിന്നെ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ബട്ട് ഇറ്റ് കംസ് ഫ്രം എൻറ്റയർലി ഡിഫറെന്റ് തിങ്. ഇറ്റ്സ് നോട്ട് എനിത്തിങ് ഫണ്ടമെന്റൽ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം അല്ലേ? അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ സെബാസ്റ്റ്യൻ, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. വീണ്ടും വരേണ്ടി വരും. അപ്പൊ ഒരു വരവ് കൂടി വരേണ്ടി വരും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ താങ്ക്സ്.